إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിട്ടുള്ള മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. 2 ദിവസം മുമ്പ് നടക്കേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത്. നാദാപുരത്ത് വെച്ച് നാം പരിപാടി തീരുമാനിച്ച് നാളെ പരിപാടിയാണെങ്കിൽ ഇന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാബിർ കായക്കൊടി ഒരത്യാഹിതത്തിൽ മരിച്ചുവെന്ന ദുഃഖവാർത്ത നമുക്ക് ലഭിക്കുന്നത്. അതോടെ നമ്മുടെ എല്ലാവരുടെയും ചിന്ത മാറിപ്പോവുകയും എല്ലാവരും വല്ലാതെ വിഷമിക്കുകയും തദടിസ്ഥാനത്തിൽ നമ്മുടെ പരിപാടി മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത്. ഈ ചെറിയ പ്രായം കൊണ്ട് ഇസ്ലാഹി കേരളത്തിൽ അറിയപ്പെടുകയും ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ഖസീം പ്രദേശത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ഒരു നല്ല പ്രബോധകനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ജാബിർ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങാനാവാത്ത ദുഃഖമാണ് വാസ്തവത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുജാഹിദ് പ്രവർത്തകർക്കെല്ലാം തിരുവനന്തപുരത്ത് നടന്ന മയ്യത്ത് നമസ്കാരം കരച്ചിലും തേങ്ങലും കൊണ്ട് എല്ലാവരും വിങ്ങിപ്പൊട്ടി എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതാനും മാസങ്ങളായിട്ടേ ജാബിർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളൂ. പക്ഷെ എത്രയോ വർഷങ്ങൾ അവിടെ പ്രവർത്തിച്ച, പ്രവർത്തകർക്കിടയിൽ സാന്നിധ്യം ഉറപ്പിച്ച, എല്ലാ പ്രവർത്തകരുടെയും ഒരു ആശ്രയമായി മാറിയ ഒരു പണ്ഡിതനും ദായിയുമായി ജാബിർ അറിയപ്പെട്ടു വന്നത് ഞാൻ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ അത് കാണുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തീരാ നഷ്ടമാണ്. ഒരുപക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ ഉദ്ദേശിച്ചിരിക്കാം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗ പൂന്തോപ്പിൽ അദ്ദേഹത്തെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യോഗം, ഇതുപോലെയുള്ള പല യോഗങ്ങളും ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തും നടന്നു കഴിഞ്ഞു. അവിടങ്ങളിലൊന്നും പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ആഹ്ലാദത്തോടെയോ സന്തോഷത്തോടെയോ അല്ല നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നാം ഇതിന് നിർബന്ധിതരായതാണ്. കഴിഞ്ഞ 1 വർഷമായി സംഘടനയെ ഹൈജാക്ക് ചെയ്ത ഒരു ഫോക്കസ് കേരള ജമിയത്തുൽ ഉലമയുടെ ബാനർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വിശദീകരണ പ്രഹസനങ്ങൾ മുജാഹിദ് കേരളത്തെ കേന്ദ്ര പ്രവർത്തകരെ 2 വ്യക്തമായ ചേരികളാക്കി തിരിച്ചു കഴിഞ്ഞു. മഹല്ലുകൾ ഭിന്നിച്ചു, കേന്ദ്രത്തിന്റെ ജില്ലാ കമ്മിറ്റികൾ ഭിന്നിച്ചു, മണ്ഡലം കമ്മിറ്റികൾ ഭിന്നിച്ചു. ഇപ്പോൾ അത് ശാഖകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് വിശദീകരണം ഒന്നുകൂടി താഴെ തലങ്ങളിലേക്ക് അവർ ഇറക്കിയിട്ടുള്ളത്. എവിടെയൊക്കെ ജമിയത്തുൽ ഉലമയുടെ വിശദീകരണം നടന്നു അവിടെയൊക്കെ മുജാഹിദ് പ്രവർത്തകർ 2 ചേരിയായി.
കാരണം അങ്ങനെ ചേരിയാക്കണം എന്ന് ഉദ്ദേശിച്ച് പ്രത്യേകം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വിശദീകരണ യോഗമാണത്. ആ വിശദീകരണ യോഗം പ്രഖ്യാപിച്ച സമയം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം അതിന്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക്. 2011 ആഗസ്റ്റിന് കേന്ദ്രം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു. അതിന്റെ 2 മാസം മുമ്പ് ജൂൺ മാസത്തിലാണ് ഈ വിശദീകരണ യോഗവുമായി ഇറങ്ങാൻ അവർ തീരുമാനിച്ചത്. കാരണം ജൂൺ മാസത്തിൽ സീഡി ടവറിൽ വെച്ച് നടന്ന ഒരു ഗ്രൂപ്പ് യോഗം, ആ ഗ്രൂപ്പ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്തത്. അബ്ദുറഹ്മാൻ സലഫിയാണ് ആ യോഗം വിളിച്ചുകൂട്ടിയത്. ഖാദറാജി പങ്കെടുത്തു, നൂർഷ പങ്കെടുത്തു, നാനിഹാജി പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ നിന്നും KKP അബ്ദുള്ളയും സിദ്ദീഖും, കാസർഗോട്ട് നിന്നും ഹാരിസും അവന്റെ കൂട്ടാളികളും, അങ്ങനെ മലപ്പുറം ഈസ്റ്റ് ജില്ല, കോഴിക്കോട് സൗത്ത്, കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ നിന്നും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി നടന്ന ആ ഗ്രൂപ്പ് യോഗം അത് സംഘടനാ യോഗമായിരുന്നില്ല. കേന്ദ്രം നേതാക്കൾ അറിഞ്ഞിട്ടില്ല, KJU നേതാക്കൾ അറിഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ സലഫി വിളിച്ചു ചേർത്ത ഗ്രൂപ്പ് യോഗമായിരുന്നു നൂർഷയും. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ കോക്കസ് ആണിപ്പോ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് ജമിയത്തുൽ ഉലമയുടെ ബാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ വിശദീകരണം തുടങ്ങിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ തനിച്ച രാഷ്ട്രീയ പ്രചരണത്തിന്റെ രീതിയിലുള്ള കേന്ദ്രം തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം പിടിച്ചെടുക്കാനുള്ള ഒരു ഇലക്ഷൻ പ്രചരണമായിരുന്നു യഥാർത്ഥത്തിൽ ആ യോഗങ്ങളിൽ നടന്നത്. അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന തരത്തിലൊരു ഭിന്നിപ്പ് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായത്. അല്ലാതെ സക്കരിയ സലാഹി വിശദീകരിച്ചിട്ടല്ല. സക്കരിയ സലാഹി സെപ്റ്റംബർ 8-നാണ് വിശദീകരിച്ചത്. അതിനു മുമ്പ് വിശദീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തോളം എന്റെ വായ മൂടിക്കെട്ടി എനിക്ക് പ്രസംഗത്തിന് വിലക്ക് ഏർപ്പെടുത്തി വൺ സൈഡ് വിശദീകരണമാണ് നടന്നത്. നിങ്ങൾ നോക്കി, ജമിയത്തുൽ ഉലമയുടെ വിശദീകരണമാണെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവിൽ 23ഓളം ആളുകളുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ? എക്സിക്യൂട്ടീവിൽ പോലും അംഗമല്ലാത്ത ഹനീഫും അനസുമാണ് പ്രധാന വിശദീകരണക്കാർ, അല്ലേ? സഹോദരൻ ഹനീഫ് എന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അദ്ദേഹത്തെ പരാമർശിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇത് പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പരാമർശിക്കുകയാണ്. ഹനീഫും അനസും ഈ മൂവർ സംഘം എന്ന് പറയുന്നതിൽ 2 ആളാണ്. അതിന്റെ തലവനാണ് അബ്ദുറഹ്മാൻ സലഫി. ഇന്ന് KNMലുള്ള മുഴുവൻ ഗ്രൂപ്പുകളുടെയും നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ്. സംഘടന പിടിച്ചെടുത്ത് തന്റെ താല്പര്യങ്ങൾ സംഘടനയിലൂടെ നടപ്പിലാക്കുക, തന്റെ ആദർശം തങ്ങളിലൂടെ നടപ്പിലാക്കുക എന്ന അദ്ദേഹത്തിന്റെ വളരെ വൃത്തികെട്ട ചിന്തയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത്. ഇവരുടെ വിശദീകരണ യോഗങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പതാ കഴിഞ്ഞ ദിവസം ഇവിടെ നാദാപുരത്ത് വെച്ച് നടന്നിട്ടുണ്ട്. ഞാനതിലേക്ക് വരുന്നുണ്ട്. നാദാപുരത്ത് എന്തുകൊണ്ട് ഈ വിശദീകരണം വെക്കേണ്ടി വന്നു എന്നതിൽ ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരണ യോഗങ്ങളുമായി ഇറങ്ങേണ്ടി വന്നത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പലരും പറയുന്നത് സംഘടന പൊളിക്കാനാണ്. സംഘടന പൊളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് ഷോപ്പ് ഓഫ് നോട്ടീസ് കിട്ടിയത് മാർച്ച് മാസത്തിലാണ്, 2012 മാർച്ച്. ഞാൻ ഗൾഫിലുള്ളപ്പോ ഞാൻ ഏപ്രിൽ മാസത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അന്ന് തന്നെ ഞാൻ ഇറങ്ങുമായിരുന്നല്ലോ. ഞാൻ ഇറങ്ങിയിട്ടില്ല. ഏപ്രിൽ കഴിഞ്ഞു, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 8-നല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. ഈ 4 മാസം എന്തായിരുന്നു ഇറങ്ങാതിരിക്കാൻ കാരണം? ഇത് പരിഹരിക്കണമെന്ന നിലക്കാണ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചാലേ നമുക്ക് സംഘടനയിൽ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഗുരുതരമായ ശിർക്ക് ആരോപണമാണ് അവർ നമ്മുടെ മേൽ ആരോപിച്ചിട്ടുള്ളത്. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി ജിന്നുകളെയും മലക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലെത്തി എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുകയും അത് പത്രദ്വാര പരസ്യപ്പെടുത്തുകയും സർക്കുലറായി ജനങ്ങൾക്ക് എനിക്കെതിരുള്ള നടപടികൾ എത്തിക്കുകയും അങ്ങനെ തികച്ചും ഒരു നിലക്കും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തവണ്ണം സംഘടന അവരുടെ കയ്യിലാവുകയും സംഘടനാ സംവിധാനങ്ങൾ ക്രൂരമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹുസൈൻ മടവൂരും വിഭാഗവും നമുക്കെതിരെ ഉന്നയിച്ച അതേ ആരോപണം എനിക്കെതിരിൽ അവരുന്നയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, 2002 ആഗസ്റ്റിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 35 പേരെ പഴയ ISMന്റെ സംസ്ഥാന കമ്മിറ്റിയെ മാറ്റി നിർത്തിയപ്പോ പിറ്റേന്ന് അവർ കൊടുത്ത പത്രവാർത്തയിൽ പറഞ്ഞത് എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തെ എന്നാണ്. അന്ന് മുതൽ അവർ പറയുന്നതാണ് ജിന്നിനെയും മലക്കിനെയും പിശാചിനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന്.
2006 സെൻസിംഗ് എന്ന AP ഗ്രൂപ്പിന്റെ സമസ്ത AP ഗ്രൂപ്പിന്റെ മാസികക്ക് അബ്ദുസലാം സല്ലമി കൊടുത്ത അഭിമുഖത്തിൽ മൗലവി വിഭാഗം മുശ്രിക്കുകൾ എന്നാൽ KNM-ൽ ശിർക്കിലേക്ക് പോയി എന്ന് പച്ചയായി എഴുതിയിട്ടുണ്ട്. അന്നു മുതൽ ഇന്നോളം അതിനെ ഒറ്റക്കെട്ടായി എതിർത്തവരാണ് ഈ പറയുന്ന ഹനസും ഹനീഫയും ഞാനും സലഫിയും എല്ലാ പ്രസംഗകരും. പക്ഷെ 2011 ഇലക്ഷൻ വന്നപ്പോ മടവൂരികൾ ഉന്നയിച്ചു പരാജയപ്പെട്ട ആ ഒരു സംഗതി തന്നെ ഈ വിഭാഗം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അബ്ദുസലാം സല്ലമി പറഞ്ഞത് സിഹ്ർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമാണ്. കാരണം മറഞ്ഞ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ അല്ലാത്തവർക്കും കഴിയുമെന്നാണ് അതുകൊണ്ട് വരുന്നത്. അതുപോലെ മന്ത്രവാദിയെ ജ്യോത്സ്യരെ പിശാച് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് മറഞ്ഞ മാർഗത്തിലൂടെ അല്ലാത്തവർക്കും സഹായിക്കാൻ കഴിയുമെന്ന് വരലാണ്. അതുകൊണ്ട് ആ വിശ്വാസം ശിർക്കാണ്. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസങ്ങൾ തന്നെ അടിത്തറ ശിർക്കിൽ ഊന്നിക്കൊണ്ടാണ് എന്ന് വരുത്തുന്ന പ്രചാരണങ്ങളാണ് അബ്ദുസലാം സല്ലമി നടത്തിയത്. 2007 ഏപ്രിൽ മാസം അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ ഒരു ലേഖനം എഴുതിയപ്പോൾ അതിൽ ചാടിക്കൊത്തി അബ്ദുസലാം സല്ലമിയും അലിമദനിയും കരിമ്പുലാക്കലും രംഗത്തിറങ്ങി. KNM ശിർക്കിലേക്ക് പോയതിന്റെ വ്യക്തമായ തെളിവിത എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങി. പിന്നീട് ഖുബൂരികൾ ഏറ്റെടുത്തു. ഈ പ്രദേശങ്ങളിലൊക്കെ EK സുന്നിക്കാര് നമുക്കതിൽ പരിപാടി നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പോസ്റ്ററിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സക്കരിയ സലാഹി പറയുന്നു, ഇതാ ഞാൻ എന്റെ പഴയ വാദം തിരുത്തി. എന്റെ ഉസ്താദ് സലാം സല്ലമി ഇന്ന് പഠിച്ചത് ഞാൻ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു മാത്രം ഉപദ്രവിക്കൂന്നാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ട് EK വിഭാഗക്കാർ രംഗത്ത് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പിന്നീട് AP വിഭാഗവും അത് ഏറ്റെടുത്തു. അങ്ങനെ ആ നടത്തിയ കുപ്രചരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഈ ആരോപണത്തെ ഒന്നിച്ചു നേരിടാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഒന്നിച്ചു നേരിട്ടു. മടവൂരികൾക്കും കുബൂരികൾക്കും നാം വ്യക്തമായ മറുപടി കൊടുക്കുകയും മടവൂരികൾക്ക് രംഗം വിട്ടു പോകേണ്ട ഗതികേടുണ്ടാവുകയും ചെയ്തു. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താ? 2011 KJU വിശദീകരണം എന്ന പേരിൽ തുടങ്ങിയപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇവിടെ പ്രചരിപ്പിച്ചത് ഇത് തന്നെയായിരുന്നു. ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഭിന്നിപ്പുകൾക്ക് കാരണം സക്കരിയ സലാഹിയുടെ വിശദീകരണമാണ്. സക്കരിയ സലാഹി വിശദീകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയത് എന്നാണ് KL 11F 5454 ജീപ്പ് ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോ സക്കരിയ സലാഹിയാണ് ആദ്യം വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശദീകരണമായി ഇറങ്ങേണ്ടി വന്നത് എന്നാണ് നമ്മുടെ TP അബ്ദുള്ള കോയ മദനി പൂനൂരിൽ വെച്ചും വേറെ ചില സ്ഥലങ്ങളിൽ വെച്ചുമൊക്കെ പറഞ്ഞത്. വാസ്തവമല്ല അത്. അദ്ദേഹം പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. കളവ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം ആ പറഞ്ഞത് ഒട്ടും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കാരണം ഒരു വർഷമായി ഒളിഞ്ഞും തെളിഞ്ഞും എനിക്കതിൽ കുപ്രചരണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ 6 മാസമായി ഖുതുബയല്ലാതെ മറ്റൊന്നും അനുവദിക്കാതെ എന്നെ വിലക്കി നിർത്തി ഏകപക്ഷീയമായ വിശദീകരണം സംഘടനാ ചാനൽ ഉപയോഗിച്ച് നടത്തുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും സംഘടനയോട് അച്ചടക്കം പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് ഈ വിശദീകരണം ഇത്രയും വൈകിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഈ വിശദീകരണവുമായി ഞാൻ ഇറങ്ങുമായിരുന്നു. പലരും എന്നെ ക്ഷണിച്ചു, നിങ്ങൾ എന്താ ഇനി മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ സ്റ്റേജ് കെട്ടിത്തരാം, നിങ്ങൾ വരൂ എന്ന് മുജാഹിദ് പ്രവർത്തകർ പലരും എന്നോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ശരിയല്ലല്ലോ, നമുക്കൊരു നേതൃത്വമുണ്ടല്ലോ, അവർ നീതി കാണിക്കാതിരിക്കുമോ, അവരങ്ങനെ പക്ഷപാതം കാണിക്കുമോ എന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തുനിന്നു. അങ്ങനെയാണ് നിഷ്കരുണം കഴിഞ്ഞ ആഗസ്റ്റ് 22-ന് എന്നെ പുറത്താക്കിയത്. എന്നെ പുറത്താക്കുമ്പോഴും ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു? പുറത്താക്കിയ പിറ്റേന്ന് ഞാന് ഒരു സംഘടനയും പ്രഖ്യാപിച്ച് ഇങ്ങോട്ട് പുറത്തിറങ്ങുന്ന അതായിരുന്നു അവരുടെ ഉദ്ദേശവും യഥാർത്ഥത്തിൽ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മളെ സഹോദരന് ഗൾഫ് മൾട്ടിമീഡിയ ലൈവ് തരുന്ന ഗൾഫ് മൾട്ടിമീഡിയ ഡീസൈ പോയിന്നാ തോന്നുന്നു അല്ലേ? പുത്തനത്താണി ചേരൂരവിടുണ്ടോ? വീഡിയോ ഒക്കെ തന്നിരുന്ന സഹോദരനായിരുന്നു. പുത്തനത്താണി അവിടെ ഇപ്പൊ ആ സ്ഥലത്താണോ? നാദാപുരത്താണോ? പുത്തനത്താണി നാദാപുരത്താണോ? പുത്തനത്താണി നാദാപുരത്താണോ ഇപ്പൊ? പിന്നെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലല്ലേ? ഓക്കെ, എന്നാ വീഡിയോ ഒന്നും കാണുന്നില്ല. നമ്മളെ വീഡിയോ തന്നിരുന്ന വേറെ സഹോദരൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ജമാലിയ ഉംറ സർവീസ് എന്ന് പറഞ്ഞ സഹോദരനായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ തന്നിരുന്നത്. വീഡിയോ കാണുന്നില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗൾഫ് മൾട്ടിമീഡിയ വരുമായിരിക്കും, റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്താ പിന്നെ DC പോയി ഇൻഷാ അല്ലാഹ് വന്നിട്ടുണ്ട്. അദ്ദേഹം താഴെ വന്നിട്ടുണ്ട്. ഗൾഫ് മൾട്ടിമീഡിയ മുകളിലേക്ക് വരും. നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് സംഘടന ഉപയോഗിച്ച് വിലക്ക്. അത് ശരിയാണോ? PN പറഞ്ഞു, ദയവ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നീ കുറച്ചു കാലം മിണ്ടാതിരിക്ക. ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിണ്ടാതിരിക്കാം. വീണ്ടും ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുവൈത്തിലേക്ക് പോയി. കുവൈത്തിലെത്തി 20 ദിവസത്തോളം അവിടെ ഒരു ഇമാമുമാരുടെയും ഖതീബുമാരുടെയും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങി ഖത്തറിലേക്ക് പോരാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വിലക്കുണ്ട് എന്ന് കേട്ടത്. ഞാൻ ഖത്തറിലേക്ക് വിളിച്ചു. ഇങ്ങനെ വിലക്കുണ്ടെന്ന് കേൾക്കുന്നില്ല, ഞാൻ വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമാകുമോ? അവർ പറഞ്ഞു പ്രശ്നമില്ല. ഞാൻ ഇത് വളരെ നേരത്തെ തീരുമാനിച്ചാണ്. ഗൾഫിലെ പരിപാടികൾ പെട്ടെന്ന് തീരുമാനിക്കല്ല, മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച് ഹാള് ബുക്ക് ചെയ്ത് വിസ എടുത്ത് ഇതിന്റെ പ്രൊസീജിയറൊക്കെ നീങ്ങിയതാണ്. ഇന്നലെ ഉണ്ടായ വിലക്ക് അതിന് ബാധകമാകുമെന്ന് തോന്നുന്നില്ല. നമ്മളെ എതിരാളികൾക്ക് ഒരുപാടുള്ള സ്ഥലമല്ലേ, നമ്മൾ പോസ്റ്റർ മറ്റൊക്കെ ഒട്ടിച്ച് പരസ്യപ്പെടുത്തിയതല്ലേ, നിങ്ങൾ വരണമെന്നും. ഞാൻ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ വിമതന്മാര്, അതായത് നമ്മുടെ ഈ കടവത്തൂരിലുള്ള സാലിം, അതുപോലെ വേങ്ങരയുള്ള അബ്ദുസമദ്, അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് അവിടെ വിമതന്മാര്. ആ വിമതന്മാര് എന്ത് ചെയ്തു? പ്രശ്നമാക്കി നേതൃത്വവുമായി ബന്ധപ്പെട്ട് എന്റെ പരിപാടി മുടക്കാൻ പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷെ അവിടുത്തെ കമ്മിറ്റി സ്റ്റേണായിരുന്നുകൊണ്ട് പരിപാടികൾ മുടങ്ങിയില്ല. പക്ഷെ പിന്നീട് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, ഏതായാലും കുറച്ചു ദിവസം പ്രസംഗിച്ചില്ല, ഇനി നിർത്തിയേക്കി എന്ന് പറഞ്ഞു. അങ്ങനെ 30 ദിവസം നിശ്ചയിച്ച പരിപാടി 10 ദിവസമാക്കി ചുരുക്കി ഞാൻ അവിടുന്ന് സൗദിയിലേക്ക് പോയി. സൗദിയിൽ ചെന്നപ്പോ പലരും എന്നോട് ഇസ്ലാഹി സെന്ററിൽ പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രസംഗിക്കൂല, ഇസ്ലാഹി സെന്റർ KNM പോഷക ഘടകമാണ്, എനിക്ക് വിലക്കുണ്ട്. എന്നാൽ ജാലിയാത്തിന്റെ കീഴിൽ പരിപാടി വെച്ചാൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അത് പ്രസംഗിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാഹി സെന്ററിൽ ഭിന്നിപ്പുണ്ടെങ്കിൽ അതും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിതിലെ കുറ്റപത്രത്തിൽ എന്താ പറഞ്ഞത്? ബുറൈദയിലും തമാമിലും ഞാൻ പരിപാടി നടത്താൻ ശ്രമിച്ചു എന്നാണ്. ഞാൻ ശ്രമിച്ചാൽ നടക്കുമായിരുന്നു, ജുബൈലിൽ നടക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതാണ് ഭിന്നിപ്പുണ്ടെങ്കിൽ വേണ്ട, രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ വേണ്ട. മദീന ഇസ്ലാഹി സെന്റർ വരുമ്പോൾ നിങ്ങൾ സെന്ററിൽ തന്നെ പ്രസംഗിക്കണം, പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് മദീന ജാരിയാത്തിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത്. അത് പോഷകഘടകമല്ലാത്തത് കൊണ്ടാണ്. പോഷകഘടകത്തിന്റെ പരിപാടിയിലല്ലാതെ ലോകത്ത് എവിടെയും പ്രസംഗിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. ജാരിയാത്തിന്റെ പരിപാടി പങ്കെടുത്തത് അച്ചടക്കലംഘനമായിട്ടാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശരി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഗൾഫിലുള്ള സമയത്ത് എന്റെ ഒരു പ്രസംഗത്തിൽ വന്ന അബദ്ധത്തിന്റെ പേരിൽ ഷോക്കോസ് നോട്ടീസ് തരികയാണെങ്കിൽ CD ടവർ നാളെ വെച്ചിരിക്കുക, പോലീസർ വാറണ്ട് നടത്താൻ വരുന്ന മാതിരി കത്തും കൊണ്ട് ഒരാൾ, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക്. ഞാനവിടെ അല്ലാന്ന് അവർക്കറിയാം. എന്തിനാ അത് വാറണ്ട് നടത്തുന്നത്? കോടതി രേഖ ഉണ്ടാക്കാൻ അല്ലേ? ഞാൻ തിരിച്ചു വന്നിട്ട് സക്കരിയ നിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ദോഷമുണ്ടെന്ന് APO TPO വിളിച്ചു പറഞ്ഞിട്ട് ഞാനത് അംഗീകരിച്ചില്ലെങ്കിലല്ലേ നടപടി എടുക്കേണ്ടുള്ളൂ. സാമാന്യ മര്യാദ പ്രസംഗിച്ച് നടക്കുന്ന സഹോദരൻ ഹരീഫ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ന്യായീകരിച്ചു പ്രസംഗിച്ച് 23 നടപടിക്രമങ്ങൾ ചെറവറാന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് പാവര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്റെ പ്രസംഗത്തിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനത് സ്വീകരിച്ചില്ലെങ്കിലല്ലേ സുഹൃത്തുക്കളെ എനിക്കതിന് നടപടിയെടുക്കേണ്ടത്? പക്ഷേ അതല്ല ഉണ്ടായത്. അങ്ങനെ ഞാൻ അവിടുന്ന് 20 ദിവസത്തിനകം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ്. അവർക്കറിയാം ഞാൻ ഒരു ദീർഘയാത്രയിൽ 2-3 രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയതാണ്. അപ്പൊ ആ യാത്ര കട്ട് ചെയ്തിട്ട് വരണം. അത്ര വലിയ വാറണ്ട, എന്തോ വലിയ ആളുകളുമായിട്ട് കൊലപ്പെടുത്തി പോയ മാതിരിയാ. 20 ദിവസത്തിനകം വരണം. അപ്പൊ ഞാൻ കത്തെഴുതി എനിക്ക് വരാൻ പറ്റൂല, എനിക്ക് സൗദിയിൽ പോകേണ്ടതുണ്ട്, എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഇനിയും ഒരു പൈസ ചെലവാക്കി വരാൻ കഴിയാത്തത് കൊണ്ട് എന്റെ തിസീസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ്.
അതുകൊണ്ട് ഞാൻ നാട്ടിലെത്തിയാൽ ഒരു വിശദീകരണം നൽകാമെന്ന് 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നതിൽ 14ാമത്തെ ദിവസം ഞാൻ മെയിലിൽ അറിയിച്ചു. നേരിട്ട് ഒരാൾ കത്തുകൊണ്ടേ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞിട്ട് DPO വിളിച്ചു, ഞാൻ വന്നിട്ടുണ്ട്, കാണണമല്ലോ. ഞങ്ങൾ സൗദിയിലേക്ക് പോവാണ്, ഏപ്പിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാന് അഹമ്മദ് അലി തന്നെ വിളിച്ചു, അദ്ദേഹം പറഞ്ഞു വേഗം തീരണം, ഏപ്പിനെ കാണണം. എമ്മദിനെ വിളിച്ചു, അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏപ്പിയെ കാണാൻ വേണ്ടി മെയ് 4-ന് പോയി. അപ്പൊ അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. പിറ്റേന്നൊരു ഹർത്താലാ. ഞാൻ വണ്ടി എടുത്ത് ഏപ്പിയുടെ വീട്ടിൽ പോയി. 2 മുജാഹിദ് പ്രവർത്തകരെ കൂട്ടി സാക്ഷിക്ക് വേണ്ടി ഏപ്പിയുടെ കയ്യിൽ കൊടുത്തു. ഏപ്പി പറഞ്ഞു അവരൊക്കെ അങ്ങോട്ട് വരട്ടെ, എനിക്ക് സുഖമില്ല. ആയിക്കോട്ടെ, അവര് വന്നോട്ടെ. ഞാൻ എഴുതിയ വിശദീകരണമാണ് നിങ്ങളെ കത്തിലുള്ളത്. 6 പേജ് DTP എടുത്ത് കയ്യിൽ ഏൽപ്പിച്ചു. ഉടനെ തന്നെ ഉണ്ണിക്കുട്ടി മോലിക്ക് വിളിച്ചു, ബാബു സേട്ടിന് വിളിച്ചു, ഇതാ ഞാൻ കൊടുത്തിട്ടുണ്ട്. അസൻ സാഹിബിനെ വിളിച്ചു, കിട്ടിയില്ല. എന്നിട്ട് കുറ്റപത്രത്തിൽ കച്ച കള്ളം പറഞ്ഞ എന്താണെന്നറിയോ? മെയ് 21-നാണ് ഞങ്ങൾക്ക് വിശദീകരണം തന്നത്. മെയ് 5-ന് കൊടുത്ത് 2 സാക്ഷിയുണ്ട്, 2 ആളെ വിളിച്ചും പറഞ്ഞു. ഏപ്പി എന്നും ജീവനോടെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ പച്ച കള്ളം എഴുതി ഇവിടെ കുറ്റപത്രത്തിന്റെ കഥയതാ. എന്നിട്ട് സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞു. ഞാന് ഏപ്പിയെ കണ്ടിട്ട് കൊടുത്ത കത്ത്, ആ കത്തിനെ സംബന്ധിച്ച് യാതൊരു പ്രതികരണവും ഇല്ലാതെ വീണ്ടും എന്നെ CD ടവറിലേക്ക് വിളിപ്പിച്ചു. മെയ് 22-ന് ചെന്നു നോക്കുമ്പോ എന്താ, 6-7 ആള് വട്ടളഞ്ഞിൽ തന്നെ വിചാരണയാണ്. കുറെ ചോദ്യങ്ങൾ അബ്ദുറഹ്മാൻ സലഫി എഴുതിക്കൊണ്ടത് ഇങ്ങനെ ചോദിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സലഫി ഇത് കോടതി വിസ്താരം പോലെ ഉണ്ടല്ലോ, കോടതി രേഖ ഉണ്ടാക്കാനാണോ? ഞാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുക. ഒന്നല്ല. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോ ഞാൻ TPയോട് പറഞ്ഞു, സാർ ഞാൻ നിങ്ങളടുത്ത് വീണ്ടും നിങ്ങളെ കാല് പിടിച്ചു വന്നത് എന്നെ കൊണ്ട് സംഘടനയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി വിചാരിച്ചാൽ ഞാൻ മാറി നിന്നാൽ അതിന്റെ പേരിൽ സജീവരായ കുറെ പ്രവർത്തകർ മാറി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളടുത്ത് താഴ്മയോടെ വന്നത്. പക്ഷെ നിങ്ങളിപ്പോ അബ്ദുറഹ്മാൻ സലഫിനെ വെച്ചിട്ട് വീണ്ടും എന്നെ കോടതി വിസ്താരം പോലെ വിസ്തരിക്കുന്നത് എന്ത് ന്യായമാണ് സാർ ഉള്ളത്? നിങ്ങളൊക്കെ ഒരു നിഷ്പക്ഷത പാലിക്കണ്ടേ? APNDP മാത്രമല്ല പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ സങ്കടം വന്ന് പറയാനുള്ളവരാ നിങ്ങളൊരിക്കലും ഗ്രൂപ്പിന്റെ ആളുകളാകരുത്. ഞങ്ങളായിട്ടില്ലല്ലോ, അത് ഞങ്ങളങ്ങനെ നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞു. അന്ന് 5 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു. ഇവർ 7 ആൾ കൂടി സലഫിക്കനെ ചോദ്യം ചെയ്യിക്കുക, ഉത്തരം എഴുതിയെടുക്കുക, വീണ്ടും ചോദ്യം. അയാൾക്ക് വിചാരിച്ച ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്നിട്ട് അയാളെ വകയായിട്ട് ചില പ്രത്യേക വാചകങ്ങൾ എഴുതി ചേർത്തു, അതെന്നെ വായിച്ചു കേൾപ്പിച്ചു. എല്ലാത്തിനും കുതന്ത്രമാണ്. ഖത്തറിൽ നിന്നും കത്ത് കൈപ്പറ്റി പരിഗണിച്ചില്ലാണ്. ഞാൻ പറഞ്ഞത് കത്ത് വാങ്ങിയില്ല. ഖത്തറിൽ നിന്നും ചില കത്ത് കൊണ്ടുവന്ന് ഞാൻ പരിഗണിച്ചില്ല എന്ന് അവിടെ എഴുതി. അപ്പൊ വാങ്ങിയതിൽ അണ്ടർസ്റ്റുഡ് ആയിട്ട് ഇപ്പൊ കുറ്റപത്രത്തിൽ പറയുന്നത് കത്ത് വാങ്ങി പരിഗണിച്ചില്ല. കത്ത് വാങ്ങിയിട്ടില്ല, ഞെട്ടി നിർത്ത ഖത്തറിന് ആർക്കും കൊണ്ടുവന്നൂടെ? അങ്ങനെ സുഹൃത്തുക്കളെ, ആ വന്ന് വളരെ സന്തോഷത്തിലാ പിരിഞ്ഞത്. ഒരു നൂർഷ കെട്ടിപ്പിടിച്ചു, വളരെ സന്തോഷം. എല്ലാരും പറഞ്ഞു ഐക്യത്തിന് പോണം, യോജിപ്പിന് പോണം. സെലഫി ചോദിച്ചു, എന്താ വിവരങ്ങളൊക്കെ ചോദിച്ചു, സന്തോഷത്തിൽ പിരിഞ്ഞു. പുറത്തിറങ്ങിയപ്പോ പ്രവർത്തകർ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ചർച്ച? വളരെ നന്നായിരുന്നു, ഇൻഷാ അല്ലാഹ് ഒക്കെ തീരും എന്ന് പറഞ്ഞു. അപ്പൊ ആരോ മെസ്സേജ് അയച്ചു, സക്കരിയ സലാഹി വീണ്ടും പ്രബോധന രംഗത്തേക്ക്, പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഉടനെ അബ്ദുറഹ്മാൻ സലഫി വീണ്ടും പോയിട്ട് സൽപ്പുറ അയച്ചു, പ്രശ്നം തീർന്നിട്ടില്ല, മൊഴി എടുത്തിട്ടേ ഉള്ളൂ. സഹോദരൻ ഹനീഫ് പറ, ഇതൊക്കെ ന്യായമാണോ? ഇതിന് എത്ര ആള് മെസ്സേജ് അയക്കും? അതിനൊക്കെ സർക്കുലർ അയക്കലുണ്ടോ? എന്നെ അപമാനിച്ച് ഒരു സർക്കുലർക്ക് 2ാമത്തെ സർക്കുലർ വീണ്ടും അയച്ചു. ഒരാൾ മെസ്സേജ് അയച്ചോണ്ട് ഇവിടെ എന്താ വരാൻ പോണത്? അത് കഴിഞ്ഞു. പിന്നെയും 2 മാസം കഴിഞ്ഞിട്ടാണ് ജൂലൈ 18-ന് KNM എക്സിക്യൂട്ടീവ് നിബന്ധനകളോടെ എന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. അതും ഞാൻ ജൂലൈ 18 തിരിച്ചെടുത്തു എന്ന് വിവരം പുറത്തുനിന്ന് കേട്ടത്, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ കത്ത് വരുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 21-ാം തീയതി വീണ്ടും വാറണ്ടുകാരൻ വരുന്നു. CD ടവറിലെ കൂലിക്കാരൻ കടവത്തൂര്. എന്താന്ന് ചോദിച്ചു, ഇതൊക്കെ ഒരു കത്തുണ്ട്. കത്ത് പൊളിച്ചു നോക്കുമ്പോ ഞാൻ വിചാരിച്ചെന്നെ തിരിച്ചെടുത്തു എന്നുള്ള കത്താവും. നോക്കുമ്പോ എന്താ, ഈ 28-ാം തീയതി കൂടിക്കാഴ്ചക്ക് വീണ്ടും CD ടവറിൽ വരണം എന്നാണ്. ചെന്ന് നോക്കുമ്പോ എന്താണെന്നറിയോ, 6-7 ആളുണ്ട് പട്ടളഞ്ഞിരുന്നിട്ട് കുറെ നിബന്ധനകൾ. ഈ നിബന്ധനകള് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ഞാനിവിടെ എന്റെ ഒരു പുസ്തകം ഇവിടെ പുറത്തുണ്ട്, 10 രൂപ കൊടുത്തൊക്കെ കിട്ടും. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്ന ഈ പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ആ നിബന്ധനകള് എനിക്ക് വായിച്ചു കേൾപ്പിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ കാര്യത്തിൽ ഒരു അന്വേഷണ സമിതിയെ നിശ്ചയിച്ചിരുന്നു. അതുവരെ ഞാൻ അറിയില്ല. എന്റെ കാര്യത്തിൽ അന്വേഷണ സമിതിയെ നിശ്ചയിച്ചാൽ ആ കാര്യം ആദ്യം അറിയിക്കേണ്ടത് എന്നെയാണ്. എന്നെ അറിയിച്ചിട്ടില്ല. ഒക്കെ കഴിഞ്ഞിട്ട് 28-ള്ളത് 31-ലേക്ക് മാറ്റി അന്നാണ് ഞാൻ അറിയുന്നത്. ആരൊക്കെ അന്വേഷണ സമിതി? അബ്ദുറഹ്മാൻ സലഫി, നൂർഷ, അഹമ്മദ് അലി മദനി, പാലത്ത്, ഇവരൊക്കെ തന്നെ. എന്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചതും അബ്ദുറഹ്മാൻ സലഫി. എന്നിട്ട് എന്റെ പേരിൽ അന്വേഷണ കമ്മീഷനും മൂപ്പരന്നെ, ജഡ്ജിയും മൂപ്പരന്നെ, തീരുമാനവും മൂപ്പരന്നെ, കുറ്റപത്രം തയ്യാറാക്കി മൂപ്പരന്നെ. മൂപ്പരും 3 സംഘം അതിങ്ങനെ വിശദീകരിച്ച് നടക്കുകയും ചെയ്യാം. നിങ്ങൾ പറ, സാമാന്യ നീതിക്ക് നിരക്കുന്നതാണോ ഇത്?
ഒരാളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ ആളെ ആരെങ്കിലും ജഡ്ജിയാക്കലുണ്ടോ? അന്വേഷണ സമിതി ആക്കലുണ്ടോ? 2009 എനിക്കും മുജാഹിദ് വാരിശ്ശേരിക്കും എതിരെ നടപടി ഉണ്ടായ സന്ദർഭത്തിൽ ആളുകള് TP പോയി കണ്ടപ്പോ TP പറഞ്ഞെന്താ അറിയോ? എന്താ ചെയ്യാ, അബ്ദുറഹ്മാൻ സലഫിക്ക് വാശി സക്കരിയാനെ പുറത്താക്കണം. അങ്ങനെയുള്ള ആള് അന്നത്തെ പുറത്താക്കല് നൂർഷ പറഞ്ഞതെന്താ? എന്തിനാ നിങ്ങളൊക്കെ ഇതിന് നടപടി എടുത്തത്? ജിന്ന് വിഷയമാണെന്നാ പറയുന്നത്. അന്ന് നൂർഷ സാഹിബ് പറഞ്ഞെന്താ അറിയോ? ഇതെന്താ ഒരു പുതിയ വിഷയമല്ലേ, നിങ്ങളൊക്കെ 4-5 കൊല്ലായിട്ടല്ലേ ഇത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, മടവൂരികൾ വലിച്ചിട്ടപ്പോ. ഒരു പുതിയ വിഷയമാകുമ്പോൾ പഠിച്ചവരും പഠിക്കാത്തവരും പഠിച്ചവരും തമ്മിൽ തർക്കമൊക്കെ സ്വാഭാവികല്ലേ? അതുകൊണ്ട് അകത്താക്കലും പുറത്താക്കലും. ഏതായാലും നിങ്ങൾ എക്സിക്യൂട്ടീവ് വരെ ക്ഷമിക്കും, സെക്രട്ടേറിയറ്റിന് അങ്ങനെ പുറത്താക്കാനൊന്നും അധികാരമല്ല, ഞങ്ങൾ എക്സിക്യൂട്ടീവ് വരട്ടെ എന്നാണ്. എടുത്ത എക്സിക്യൂട്ടീവ് വരുന്നതിന് പിന്നെ തിരിച്ചെടുത്തു. കാരണം പ്രതികരിച്ചത് അങ്ങനത്തെ ആളുകളാ. അതേ 100 അപ്പുറത്ത് അന്വേഷണ സമിതിയായി നിൽക്കണത്. ആളുകളെ മാറ്റം നോക്കൂ നിങ്ങള്. അങ്ങനെ സുഹൃത്തുക്കളെ, എന്റെ അടുത്ത് ഞാൻ ചെന്നു. അപ്പൊ എനിക്കിങ്ങനെ റമദാനാണ്, TP സംസാരിക്കുന്ന അന്വേഷണ സമിതിക്കുള്ള TP ഉണ്ട്. എന്നിട്ട് ഈ നിബന്ധന വന്നു, അന്വേഷണ സമിതി ശുപാർശ ചെയ്തതും 18/2015 KLM ഭരണസമിതി അംഗീകരിച്ചതുമായ തീരുമാനങ്ങൾ എന്നിട്ട് കടലാസ്. ആ കടലാസ് KLM ഭരണസമിതി അംഗീകരിച്ച അതിന്റെ ലെറ്റർ പേഡിലുണ്ടാകും. ഇതൊരു കഷ്ടം കടലാസിൽ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. ഒന്നാമത്തെ നിബന്ധന, KK സക്കരിയ സലാഹി പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങുകയും ആയത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി KLMന് സമർപ്പിക്കുകയും KJUവിന്റെ അംഗീകാരത്തോടെ അത് വിചിന്തനത്തിൽ പ്രസംഗിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാനിതേപ്പറ്റി സംസാരിക്കാതെ TP സംസാരിക്കും വാദപ്രതിവാദമൊന്നും ഇവിടെ വേണ്ട, ഒപ്പിടുന്നുണ്ടോ ഇല്ലേ? ഇനിയും സക്കരിയ സംസാരിക്കാനും തർക്കിക്കാനും നിൽക്കുകയാണെങ്കിൽ ഇതെങ്ങനെ തന്നെ നിലനിൽക്കും. വളരെ അധികാര സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു. റമദാനുമാണ്, ഞാൻ തർക്കിക്കാനില്ല. ഞാനത് വാങ്ങിയിട്ട് അതിന്റെ അടിയിൽ എഴുതി കൊടുത്തു, മേൽ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ആലോചിക്കാനും പഠിക്കാനും സമയം ആവശ്യമാണ്. കാരണം ആദാതി വാക്കുകളായിരുന്നത്. ഇത് ഞാൻ ഒപ്പിട്ട് കൊടുത്താൽ എന്തായി? പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങുക. അപ്പൊ പഴയ വാദം എന്താ? ജിന്നോട് സഹായം ചോദിക്കാം എന്നെനിക്ക് വാദമുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കലായി. അതിനാണ് കുതന്ത്രമാണ് ഈ വാചകം. അബ്ദുറഹ്മാൻ സലഫിയാണ് എഴുതുന്നത്. കുതന്ത്രത്തിൽ ജീവിച്ച് കുതന്ത്രത്തിൽ വളർന്ന് കുതന്ത്രത്തിലായി നടക്കുന്നൊരു മനുഷ്യനാണ്. സ്വാഭാവികമായി അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അതിൽ ഒപ്പിട്ടില്ല. മാത്രല്ല, ഖത്തറിലും സൗദിയിലും പ്രസംഗിച്ചുകൊണ്ട് അച്ചടക്കലംഘനം കാണിച്ചതിൽ സക്കരിയ സലാഹി ഖേദിക്കുകയും മേലിൽ ഭരണസമിതിയുടെ തീരുമാനം ലംഘിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്യേണ്ടതാണ്. മേൽ കാണിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ KLM ഭരണസമിതി ഉചിതമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതായത് ലാസ്റ്റ്. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ എഴുതി കൊടുത്തു, എനിക്ക് ആലോചിക്കാനും പഠിക്കാൻ സമയം ഇപ്പൊ ഒപ്പിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അടുത്ത പേപ്പർ വീണ്ടും തന്നു. കേരള നേതൃത്വ മുജാഹിദീൻ ഭരണസമിതി മുമ്പാകെ സക്കരിയ സലാഹി ബോധിപ്പിക്കുന്നത്, അതും അവരെ എഴുതിക്കൊണ്ട് നിൽക്കുക. ഞാൻ എന്താ ബോധിപ്പിക്കേണ്ടത് ഓല് തീരുമാനിക്കുക. എന്നിട്ട് ഈ വാചകം അവർ കൊണ്ടുവന്ന് എന്താ വാചകം തരുമോ? ജിന്നിനോടുള്ള സഹായതട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ എന്റെ സംസാരങ്ങളിലും ലേഖനങ്ങളിലും വന്ന പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അതുവഴി ആദർശ ബന്ധുക്കൾക്കുണ്ടായ ആശയക്കുഴപ്പത്തിലും പ്രസ്ഥാനത്തിനുണ്ടായ പ്രയാസങ്ങളിലും എനിക്കതിയായ ദുഃഖമുണ്ട്. അപ്പൊ എന്തായി? എന്റെ എഴുത്തിലും പ്രസംഗത്തിലൊക്കെ പ്രമാണവിരുദ്ധമായ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇരിക്കുന്നു. ഏതാ പ്രമാണവിരുദ്ധമായിട്ട് വന്നത്? ഒന്നെങ്കിലും എന്നെ ബോധ്യപ്പെടുത്തി തരണ്ടേ? ബോധ്യപ്പെടുത്തി തന്നിട്ട് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായാലല്ലേ എനിക്ക് ഖേദിച്ചു മടങ്ങാൻ പറ്റുള്ളൂ. സാങ്കല്പികമായ തെറ്റിന്റെ പേരിൽ ഖേദിക്കാൻ പറ്റുമോ? ഇവരെന്തൊക്കെയാ ഉദ്ദേശിച്ചത് എനിക്കറിയോ? എല്ലാം മേൽ പറഞ്ഞ കാര്യം ഇത് പഠിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്. പെട്ടെന്ന് ഒപ്പിട്ട് തരാൻ പറ്റൂല. അപ്പൊ അവർ ചോദിച്ചു, എപ്പോ തരും, എപ്പോ ഒപ്പിട്ട് തരും? ഇത്രാം തീയതി തരും, ഇത്രാം തീയതി. നമ്മൾ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയേണ്ട റമദാൻ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. റമദാൻ കഴിഞ്ഞിട്ട് 6 നോമ്പ് കഴിയുന്നതിന് മുമ്പ് അടിയന്തര എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞു. അപ്പൊ ഞാനൊരു കത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കിയിട്ട് വേഗം കൊണ്ടുപോയി കൊടുത്തു. എന്തുകൊണ്ടാണ് ഞാൻ അന്ന് ഒപ്പിടാതിരുന്നത്? എനിക്കില്ലാത്ത വാദങ്ങൾ ഉണ്ടെന്ന് സമ്മതിച്ച് ഒപ്പിടാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഒഴിവാക്കി തന്നാൽ ഞാൻ ഒപ്പിടാൻ തയ്യാറാണ്. അങ്ങനെ ഭാഗങ്ങൾ ഒഴിവാക്കി ഒപ്പിടാൻ സൗകര്യം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്ന കത്ത് എക്സിക്യൂട്ടീവിന് കൊടുത്തു. അന്ന് രാവിലെ എക്സിക്യൂട്ടീവ് നടക്കുന്ന രാവിലെ TPന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. TPയോട് സന്തോഷത്തിൽ വാങ്ങി വെച്ചു. സക്കരിയ എന്താ അതുകൊണ്ട് വരാത്തത് ഞാൻ വിചാരിച്ചിരിക്കുന്നു. എന്നെ ഒന്ന്, അത് നമ്മളെ മലബാറിലെ ഭാഷയിൽ പറഞ്ഞ എന്നെ ഒന്ന് മൊയന്താക്കിയതാണ്. കാരണം എന്താ, അന്ന് പോയിട്ട് നേരെ പുറത്താക്കുക. ഇത് പുറത്താക്കാൻ വേണ്ടി മുമ്പ് പോണത്. അപ്പൊ എന്നോടൊന്ന് പറഞ്ഞെന്ത്, സക്കരിയ വന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങളൊന്നും ഇതിൽ ഇടപെടരുത്, ഇത് ഞങ്ങൾ എളിമയായ ചർച്ചയാണ് എന്നൊക്കെ എന്റെ കൂടെ വന്ന 2 പ്രവർത്തകരോട്, കോഴിക്കോട്ടെ പ്രവർത്തകരോട് TP പറയുകയും ചെയ്തു. എന്നിട്ട് സുഹൃത്തുക്കളെ, അന്ന് നടന്ന എക്സിക്യൂട്ടീവില് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കോപ്പി നൂർഷാക്ക് കൊടുത്തു, APക്ക് കൊടുത്തു, പന്നൂരിന് കൊടുത്തു, പറപ്പൂരിന് കൊടുത്തു. കാരണം അത് ചർച്ചയായില്ലെങ്കിൽ എവരെങ്കിലും ഒന്ന് ഉന്നയിക്കുമല്ലോ. പക്ഷെ ആ കമ്മിറ്റിന്റെ സ്ഥിതി എന്താണെന്നറിയങ്ങള്? പ്രതികരിക്കാൻ കഴിയാത്തൊരു കമ്മിറ്റിയാണ്. ഗ്രൂപ്പ് ചാനലിലൂടെ താഴെ തലം മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ്. അബ്ദുറഹ്മാൻ സലഫി വായിക്കുന്നതിന് എതിർക്കാൻ കഴിയുന്നവർ
അവിടെയുള്ള ആളുകൾ എടുത്തു നോക്കിയാൽ ഒന്നുകിൽ ഗ്രൂപ്പിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിലെ പോസ്റ്റ്, അല്ലെങ്കിൽ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്തോ നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ചില സാധുക്കൾ, പിന്നെ ഇതൊന്നും അറിയാത്ത ചില പ്രായമുള്ള ചില ആളുകൾ, അവരെ ബഹുമാനിച്ചാൽ കൊണ്ടുപോയിരിക്കുക, APM DP അങ്ങോട്ട് നിൽക്കുന്ന ചില ആളുകൾ, പിന്നെ ചില ആളുകൾ APM DP മുമ്പിലൊക്കെ ഒരു വിവാദം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കണ്ട, പ്രായം ചെന്ന ആളുകളല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആളുകൾ അതുകൊണ്ട് പ്രതികരിക്കാത്ത ഒരു കമ്മിറ്റിയാണ്. അതുകൊണ്ട് ആരും എതിർത്തില്ല. അയാൾ എനിക്കെതിലുള്ള കുറ്റപത്രം കടകടാന്ന് വായിച്ച് അംഗീകരിച്ചു. എന്റെ കത്ത് അവിടെ വായിച്ചില്ല. ഇപ്പൊ TP പറയുന്നുണ്ട് സക്കറിയ സലാഹിന്റെ കത്ത് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് പുറത്തു കൊടുക്കേണ്ടി വന്നത്? നിങ്ങൾ അവിടെ വായിച്ചില്ല. വായിച്ചത് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കൂല. പിന്നെ ആളുകൾ പറയാണ്, എന്താണ് റമദാനിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞ് പോയത്, ഇത് വലിയൊരു വർത്താനമല്ല. അപ്പൊ അത് ആളുകൾ പറയുമ്പോ ഞാൻ സുഹൃത്തുക്കളെ ഒപ്പിടാത്തത് ഇതുകൊണ്ടാണ്, എനിക്കില്ലാത്ത വാദങ്ങൾ ഉണ്ടെന്നതിൽ വരുത്തി തീർക്കുന്നുണ്ട്. ഇതാ ഞാൻ മെക്സിക്കുട്ടി കൊടുത്ത കത്ത് ഇതാ എന്ന് പറഞ്ഞ് ഞാൻ ജനങ്ങൾക്ക് ആ കത്ത് കൊടുത്തു. എന്നിട്ട് നോക്കുങ്ങള്, അപ്പോഴും ഞാൻ ഇറങ്ങിയിട്ടില്ല. 18-ാം തീയതി വരെ തീരുമാനം വന്നിട്ട് 20-ാം തീയതി ഞാൻ കുത്തുബക്ക് പോയത് ഒരു പുതിയ സ്ഥലത്ത് ജുമ ആരംഭിക്കാൻ വേണ്ടി വേങ്ങരയിൽ എന്നെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നാളെ റമദാൻ തുടങ്ങിയാണല്ലോ, ഇന്ന് ഹസറിന് ഒരു ക്ലാസ് എടുത്തൂടെ, അഹ്കാമു സിയാം, റമദാനിന്റെ വിധിവിലക്കുകൾ. ആയിക്കോട്ടെ, 18-ാം തീയതി തന്നെ ഏതായാലും പിൻവലിച്ചതുമാണല്ലോ. ഉടനെ അഹമ്മദ് അലിമദിന്റെ ഫോണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമ്പോ, എന്താ വേങ്ങര കുത്തുബാന്ന് കേട്ടു? ആ അതെ, അത് കുഴപ്പമൊന്നുമില്ല, തലശ്ശേരി നിങ്ങൾ മാറിയല്ലേ, പിന്നെന്താ ക്ലാസ് ഉണ്ട് എന്ന് കേട്ടു. ആ നിങ്ങൾ പിൻവലിച്ചതൊക്കെ അല്ല, അപ്പൊ ക്ലാസ് എടുക്കാനോ? അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അത് പറ്റൂല, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല, പാടില്ല, മുടക്കണം, അവിടെ മുടക്കിക്കളയെന്നും പറഞ്ഞു. ഞാൻ കണ്ട ധിക്കാരം. ഇവർ KNMന്റെ ഒരു നേതൃത്വം കിട്ടിയപ്പോഴത്തെ എങ്ങനെ കാട്ടുന്നത്, ആളുകളെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരെ ഇടപെടുന്ന തരത്തിൽ ഇവർ പെരുമാറുന്ന സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അത് കഴിഞ്ഞ് 20-ാം തീയതി കഴിഞ്ഞ് ഈ പറഞ്ഞതൊക്കെ കഴിഞ്ഞ് 22-ാം തീയതി ഇവര് പുറത്താക്കാൻ തീരുമാനമെടുത്തു. 22 ആഗസ്റ്റ് 22-ന് ജൂലൈ 18-ന് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് പിന്നെ അംഗീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി ആഗസ്റ്റ് 22-ന് പുറത്താക്കി, നിഷ്കരണം പുറത്താക്കി. എന്റെ കത്ത് അവിടെ വായിച്ചില്ല. ഇവിടുന്ന് പോയ കൗൺസിലർമാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ, KNM മെക്സിക്കുട്ടിയിൽ എന്റെ കത്ത് വായിച്ചിരുന്നോ? വായിച്ചില്ല. അത് കഴിഞ്ഞു ഞാൻ ക്ഷമിച്ചു, അപ്പോഴും ഞാൻ ഇറങ്ങിയില്ല. കൗൺസിൽ ഉണ്ടല്ലോ, KNM ഭരണസമിതിയുടെ തീരുമാനത്തിനെതിൽ അപ്പീൽ കൊടുക്കാൻ KNMന്റെ ആലോചനാസഭ സംസ്ഥാന കൗൺസിൽ ഉണ്ടല്ലോ, അതിൽ ആലോചനാസഭ കൊടുക്കാന്ന് വിചാരിച്ചു. ഇനിയൊക്കെ ആഗസ്റ്റ് 22 എന്നെ പുറത്താക്കിയെന്ന് പുറത്തൊക്കെ പ്രചരണം പത്രങ്ങളിലൊക്കെ വരുന്നു. പക്ഷെ എന്നെ മാത്രം അറിയിച്ചില്ല ഔദ്യോഗികമായിട്ട്. അതെന്തിനാ? അതിനും കുതന്ത്രമുണ്ട്. ഞാൻ KNM ആലോചനാസഭക്ക് അപ്പീൽ കൊടുക്കുമല്ലോ, അപ്പീൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ആഗസ്റ്റ് 22 കഴിഞ്ഞു, സെപ്റ്റംബർ 2-ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. ആ കൗൺസിലുള്ള എന്താ, കൗൺസിൽ കഴിഞ്ഞിട്ട് കൗൺസിൽ കഴിയുന്നതിന് മുമ്പ് 3 സ്ഥലത്ത് മുഖാമുഖം. അത് ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് കൗൺസിൽ ചേരുന്നതിന് മുമ്പ് എന്നെ അറിയിച്ചില്ല. ആദ്യം അറിയിക്കേണ്ടത് തന്നെയാണ്. എന്നെ ഔദ്യോഗികമായി അറിയിപ്പ് തരാതെ മണ്ണിൽ കടവിൽ 29-ാം തീയതി കൊടുവള്ളി, എന്നിട്ട് ബൈലസിൽ ലൈവ് കൊടുത്തുകൊണ്ട് മുഖാമുഖം നടത്തുകയാണ്. എന്താ അതിലെ വിഷയം? സക്കറിയ സലാഹി ശിർക്കിലേക്ക് പോയിരിക്കുന്നു, സക്കറിയ സലാഹി ശിർക്കൻ വാദത്തിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഈ ശിർക്കൻ വാദവുമായിട്ട് നടക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് ബൈലക്സിൽ കൊടുത്ത കാന്തപുരത്തിന് അയാളെ വീട്ടിലിരുന്ന് കേൾക്കാം, ആയസനി കാന്റെ വീട്ടിലിരുന്ന് കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. ലോകത്തായത്തൊരു പൊതു സ്ഥലത്ത് വെച്ച് നടത്തുന്നത് പോലെയാണ്. അത് കഴിഞ്ഞു പിറ്റേന്ന് ജാമ്യയില്, ഇവിടെ 4:30 മണി മുതൽ രാത്രി 12 മണി വരെയാണെങ്കിൽ ജാമ്യയിൽ രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെയാണ്. ജാമ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ സക്കാത്തും സദഖയും ഒക്കെ കൊടുത്ത് നമ്മുടെ ഒരു മാതൃസ്ഥാപനം എന്ന നിലക്ക് നടത്തുന്ന സ്ഥാപനം. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് കോക്കസിന്റെ കയ്യിലാണിന്ന്. അവർക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് പരിപാടികൾ മാത്രമേ അവിടെ നടത്തുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുന്നൊക്കെ ആള് പോയിരുന്നു, ഇവിടുന്നൊക്കെ വണ്ടി എടുത്ത് പോവുക. അതിന്റെ കുറച്ചു ദിവസം മുമ്പ് നടന്ന ഗൾഫ് കോർഡിനേഷൻ സമിതിയുടെ ഒരു മീറ്റിംഗിൽ ചോദിച്ചു, റമദാൻ കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, സമ്മേളനമായിട്ട് മുന്നോട്ട് പോകണമെന്നാണല്ലോ TP പറഞ്ഞിരുന്നത്, നിങ്ങളിപ്പോ വീണ്ടും ജാമ്യയിൽ എന്താ ഒരു യോഗം ഉണ്ടാവുമെന്ന് കേട്ടല്ലോ. അത് കുട്ടികളൊരു സമാജമാണ്, കാരണം MSMന്റെ പേരിലാണ് നടത്തുന്നത്. അതിൽ കുതന്ത്രമുണ്ട്. കാരണം KNM അവിടെ ഇടവണ്ണ KNM-ഉം ഇടവണ്ണ മേഖല KNM ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, അതിന്റെ പേരിൽ നടത്തിയ ഉമറാക്കൾ ചോദിക്കുമല്ലോ, നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് സമ്മേളനം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ട് നടത്താമെന്ന് ആളുകൾ ചോദിക്കുമല്ലോ. അതിനെ മറികടക്കാനാണ് MSMന്റെ പേരിൽ നടത്തിയത്. MSMനോട് നിങ്ങൾ ചിഹ്നം 0 എന്ന് പറഞ്ഞ ഒക്കെ KJU പറയുന്ന ഇപ്പുറത്ത് പറയാം, എന്നാൽ അപ്പുറത്ത് MSM ജാമിയ യൂണിറ്റിന്റെ പേരിൽ മുഖാമുഖം നാടകം നടത്തുക. തനിച്ച നാടകമായിരുന്നു അവിടെ നടന്നത്.
എന്താറിയോ? തൗഹീദിന്റെ ആയത്തിങ്ങനെ ഓതുക. സുന്നികൾക്ക് ഓതിക്കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം നൽകൂല. പഠിച്ചു വെച്ചോ ജിന്നൂലി ആളുകൾ ഇങ്ങനെ ധരിച്ചിരിക്കുക, ഒക്കെ പച്ച ശിർക്കിലേക്ക് പോയി എന്നാണ്. ഇതാണ് ആട്ടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലി കൊല്ലുന്ന കൂടതന്ത്രമാണ് ഇബ്രാഹിം സലഫി അവിടെ ചെയ്തത്. എന്റെ സഹോദരൻ ഹനീഫ് നാടക വിദഗ്ധനാണ്, പറയാതിരിക്കാൻ കഴിയില്ല. ഹനീഫ് മനസ്സും ആ നാടകത്തിൽ നല്ലവണ്ണം അഭിനയിച്ചു. കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ കൊണ്ട് ചോദിപ്പിച്ചു. രാത്രി 1 മണിക്ക്, രാത്രി 12:30 വരെ ക്ലിപ്പ് റെഡി. എത്ര നേരം ഇത് വേഗം. രാത്രി 12:30 വരെ അബ്ദുറഹ്മാൻ സലഫി കൂളാണ്, ഭയങ്കര ആയത്തിങ്ങനെ ഓതുക. കടലിലും കരയിലും നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ ആരാണ്? അമ്മൻ യുനജീക്കും, ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ? പഠിച്ചു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ പിന്നെ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, അവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നൊക്കെ പറയുന്ന ആ സൗദിയിലെ ഫത്വ ഇങ്ങനെ വായിക്കുക. അപ്പൊ ആളുകൾ വിചാരിക്കും ഇവിടെ ഒക്കെ ജിന്നുകളോട് സഹായം ചോദിക്കണേ, ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അതും ബൈലക്ഷൻ ലൈവ് കൊടുത്തിട്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ബുസ്താന്റെ റൂമിൽ 3 ദിവസം, 2-ാം തീയതി കൗൺസിൽ നടക്കുന്നതിന്റെ മുമ്പ് 3 മുഖാമുഖം കേരളത്തിന്റെ 3 ഭാഗങ്ങളിൽ വെച്ച് എല്ലാ കൗൺസിലർമാരെയും അവിടെ എത്തിച്ചു. എത്തിക്കാത്തവർക്ക് ബൈലക്ഷൻ വീട്ടിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം. അപ്പൊ കൗൺസിൽ വരുന്നതിന് മുമ്പ് കൗൺസിൽ ആരും ചോദിക്കൂല എന്തിനാ പുറത്താക്കിയത്. അത് പച്ചയായ ശിർക്കിലൊക്കെ പോയി അങ്ങോട്ട് വരുത്തി തീർത്തു. കൗൺസിലർമാരെ അങ്ങ് പഠിപ്പിച്ചു. എന്നിട്ടാ 2-ാം തീയതി കൗൺസിൽ. നോക്കണം നിങ്ങള്, ഇത് കുതന്ത്രമല്ലേ സഹോദരങ്ങൾ? പറ. ആഗസ്റ്റ് 22-ന് എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 2-ന് കൗൺസിലിൽ എനിക്കൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി എനിക്ക് കത്ത് പോലും തരാതെ എനിക്കതിൽ പച്ചയായി 3 മുഖാമുഖ നാടകങ്ങൾ നടത്തി ആളുകളെ മുഴുവൻ ഞങ്ങൾ ശിർക്കിലെത്തി പ്രഖ്യാപിച്ചിട്ട് എന്നിട്ട് കൗൺസിൽ. ഇപ്പൊ കൗൺസിൽ ഉണ്ടെന്ന് ഞാൻ പുറത്തുനിന്ന് കേട്ടപ്പോ കൗൺസിൽ അപ്പീൽ കൊടുക്കാൻ ഏതായാലും വയ്യ, കാരണം എനിക്ക് എന്നെ അറിയിച്ചിട്ടില്ലല്ലോ, ഔദ്യോഗികം എനിക്ക് അറിയിപ്പ് കിട്ടില്ല. അപ്പൊ ഞാനൊരു അപേക്ഷ തയ്യാറാക്കിയിട്ട് AP കൊണ്ടേ കൊടുത്ത് അതിന്റെ കോപ്പി കൗൺസിലർമാർക്കും കൊടുത്തു. ആ കതിലെന്താ ഉള്ളത്? എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 2 കത്തിലുണ്ട്. 23 നടപടിക്രമം ചെറപറാത് വായിച്ചു പോയില്ലേ? നിങ്ങൾ അതൊന്ന് വാങ്ങണം അവിടുന്ന് 10 റുപ്യ കൊടുത്തിട്ട്. എന്റെ ഇവിടുത്തെ KNM-ന്റെയും മുജാഹിദ് പ്രവർത്തകരോട് എല്ലാവരോടും പറയുന്നത്, ഹനീഫ വന്നിട്ട് നമ്മളെ പള്ളിയിൽ വെച്ച് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയപ്പോ അല്ലെ, ഈ മീറ്റിംഗ് അവിടെ വെച്ച് നടത്താൻ പ്രവർത്തകർ പറഞ്ഞു, ഈ ഹനീഫ ഈ പറഞ്ഞതുപോലെ സക്കരിയ സലാഹിക്കും വിശദീകരിക്കാൻ അവസരം തരാണെങ്കിൽ ഈ പള്ളിയിൽ വെച്ച് നമ്മൾ നടത്താം, പുറത്തേക്ക് ഇറങ്ങണ്ട. അനുവദിക്കൂല, അത് ഗ്രൂപ്പിന്റെ ആണ്, അത് ഔദ്യോഗിക ഗ്രൂപ്പാണ്, അതുകൊണ്ട് പറ്റൂല. കോക്കസ് നടത്തി അവിടെ പള്ളി വെച്ച് നടത്തി, നമുക്ക് പള്ളി വെച്ച് നടത്താൻ പാടില്ല. ഇത് നാദാപുരത്ത് നടക്കേണ്ട പരിപാടിയായിരുന്നു. നാദാപുരത്ത് എന്തുകൊണ്ട് കല്ലാച്ചിക്ക് മാറ്റിയത്? പോലീസിന്റെ പേര് സമ്മർദ്ദം. അത് കേട്ടിട്ടില്ലേ? 8 മണി വരെ പരിപാടി പറ്റുള്ളൂ. അതിന്റെ 8 മണി വരെ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ട്. ആരായി സമ്മർദ്ദക്കാര്? ഇവിടുത്തെ ഖുറാഫികളല്ല, സാക്ഷാൽ പച്ച KNM-കൾ. പുളിക്കൽ എന്താ കാട്ടിയെന്നറിയോ? 1:30 വരെ സെലഫിയും കോക്കസും കൂവി അവിടെ നിന്നിട്ട് ബൈക്കിൽ നിന്നിട്ട്. നമ്മൾ പ്രസംഗിക്കാൻ ചെന്നപ്പോ 9:30 പോലീസിന് ഇങ്ങനെ വരവടങ്ങി. എന്താ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ വയ്യ, 10 മണിക്ക് നിർത്തണോ? നിർത്തിച്ചു. ഈ തിരഞ്ഞും കീഴിൽ മുഴുവൻ കീറിയിരിക്കുക. കീറിയിട്ടെടുത്ത് കൊണ്ടുപോയി ധാരാളം പച്ച KNM-കൾ പെർമിഷൻ മുടക്കുക, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുക, പോസ്റ്റർ കീറുക. അത് മാത്രല്ല, ഈ കോക്കസിന്റെ പരിപാടിക്ക് സ്ഥാപനങ്ങളിൽ നിന്ന് നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ടുപോവുക. ഇവിടെ അൽഫുർഖാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി നമ്മളെ ബഹുമാനപ്പെട്ട അൽജുമല്, വലിയ ഗ്രൂപ്പ് നേതാവപ്പോ കൊണ്ടുപോയി കുട്ടികളെ. എന്തടിസ്ഥാനത്തിലാണ് പൂനൂർ കൊണ്ടുപോയത്? പൂനൂരിന്റെ ആളില്ലേ? എങ്ങനെ ഈ അൽഫുർഖാൻ എന്ന് പറഞ്ഞാൽ കോക്കസിന്റെതാ തന്നെ? അൽഫുർഖാൻ എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ മുജാഹിദ് പ്രവർത്തകരുടേതുമാണ്. ഇപ്പൊ അതിന്റെ തലപ്പത്തിരിക്കുന്നവർ മാത്രം അതിനുവേണ്ടി വയർപ്പൊഴുക്കിയവരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരും ഒരുപാടുണ്ട്. അതൊരു കോക്കസിന്റെ കയ്യിലെത്തിക്കാനുള്ള ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് പ്രവർത്തകർ ബോധവാന്മാരാണ്. ഗൾഫിലൊക്കെയുള്ള പ്രവർത്തകർ വളരെ വിഷമത്തില്. അൽഫുർഖാനിൽ വെച്ച് നടത്താനും ഈ ഗ്രൂപ്പ് പരിപാടി ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ പള്ളിക്ക് മാറ്റി, അത് അതിനേക്കാൾ വലിയ ഗ്രൂപ്പ് കേന്ദ്രമാക്കി മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാ പൂനൂർക്ക് കുട്ടികളെ കൊണ്ടുപോയത്? എന്തിനാ ജാമ്യന്ന് വണ്ടി എടുത്തിട്ട് പൂനൂർക്ക് കുട്ടികളെ കൊണ്ടുവന്നത്? ഇതൊക്കെ ദൈവത്തിന് വേണ്ടി പിരിക്കണ കാശാണ്. KNM-ന് പൈസ കൊടുക്കുന്നത് ദീനി ദൈവത്തിന് വേണ്ടി, ഞങ്ങളെ പൊളിറ്റിക്സിനല്ല. ആളുകളെ സക്കാത്തും സദക്കയും പിരിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുക തന്നെ. നോക്കുകള്, പുളിക്കല് പരിപാടി നടക്കുമ്പോ അവിടുത്തെ കുട്ടികള് എന്റെ പരിപാടി കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കി.
അല്ല, അത് ഫൈൻ ഇട്ടിട്ട് ഒന്നുകിൽ 50 രൂപ ഫൈന്, അല്ലെങ്കിൽ ഇവിടെ പാത്രം മുഴുവൻ കഴുകണം. എന്താ കുറ്റം? സക്കരിയ സലാഹി പുളിക്ക പ്രസംഗിനെ കേൾക്കാൻ പോയി. അതേസമയത്ത് കോക്കസിന്റെ പരിപാടി തന്ന് ഇവിടുത്തെ അജ്മലിനെ പോലത്തെ വേറെ മാഷുണ്ട് അവിടെ. അയാൾ ആളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് കുട്ടികളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടും കേൾക്കണ്ടേ, നമ്മളെല്ലാം കേൾക്കണല്ലോ, അവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് പരിപാടിക്ക് പോകണം. ഓല പരിപാടിക്ക് നമ്മുടെ പരിപാടിക്ക് പോകാൻ പാടില്ല എന്നത്ര പോയാ ഫൈന്. എന്താ നിങ്ങൾക്ക് ഇത്ര ബേജാറ്? എന്താ ബേജാറ്? സക്കരിയ സലാഹി നമ്മുടെ ഹുസൈൻ മടവൂരും കൂട്ടരും പിരിഞ്ഞുപോയി. അവരെ പരിപാടി കേൾക്കാൻ പോകാൻ പാടില്ല നിങ്ങൾ സർക്കുലർ വെക്കുന്നോ? ഞങ്ങൾക്ക് മഞ്ചേരിയിൽ ഒരു വിശദീകരണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിശദീകരണത്തിൽ തൃശ്ശൂർ ചെന്നപ്പോ അവിടെ പള്ളിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. ഇടയലേഖനം ഈ വരുന്ന 10-ാം തീയതി ആദർശ വിശദീകരണം എന്ന പേരിൽ ഒരു ആളില്ലാ നോട്ടീസ് കയ്പമംഗലം മണ്ഡലത്തിൽ വിതരണം ചെയ്തതായും പ്രചരിച്ചതായും അറിവായിട്ടുണ്ട്. പ്രസ്തുത പരിപാടി മുജാഹിദുകളുടെ പേരിൽ KNM കയ്പമംഗലം മണ്ഡലമോ ആ പരിപാടി മുജാഹിദുകളുടെ പേരിൽ KNM കയ്പമംഗലം മണ്ഡലമോ യൂണിറ്റോ അറിയാതെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രസ്തുത പരിപാടി സംഘടനാ വിരുദ്ധവും ഔദ്യോഗികവുമല്ലാത്തതിനാൽ പ്രസ്തുത സംഘടനയിലെ അംഗങ്ങളും അനുഭാവികളും പരിപാടിയിൽ സഹകരിക്കരുതെന്ന് KNM എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. സെക്രട്ടറി പ്രസിഡന്റ് ക്രിസ്ത്യാനികൾ ഇടയ്ക്ക് ഇടയലേഖനം ഇറക്കും. അച്ഛൻ വന്നിട്ട് ഇടവകയിൽ എല്ലാവരും വായിച്ചു കേൾപ്പിക്കും. തിരുവായിക്ക് എതിർവായില്ലാതെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ടെന്നാണ്. ഈ ജാതി അവസ്ഥയിലേക്ക് KNM തരം താഴ്ന്നു പോയല്ലോ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതൊന്നും പറയാൻ വിചാരിച്ചതല്ല, ഇത് പറയിപ്പിച്ചതൊക്കെ. ഇതൊന്നും നമ്മൾ മൈക്ക് കെട്ടി പറയാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പലരും ഇത് കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇത് പറഞ്ഞത്. കണ്ണൂര് ചെന്നപ്പോ എന്താറിയോ, ഫോട്ടോ എടുക്കുക. നമ്മളെ പരിപാടിക്ക് വരുന്ന ജില്ലാ കമ്മിറ്റി ഡോക്ടർ സുൽഫിയെ പോലുള്ള മഹാബുദ്ധിജീവിയൊക്കെ ഉള്ള സ്ഥലമാണ്. അയാൾ ഫോട്ടോ എടുക്കാൻ ആളെ ഏൽപ്പിച്ചിരിക്കാം. അപ്പൊ കുട്ടികൾ ഇങ്ങനെ പോയി എടുക്കണ ഫോട്ടോ എടുക്കും. ഒരു KNM പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞു എടുക്കണ ഫോട്ടോ എന്തെങ്കിലും തൂക്കാൻ പിരിക്കുവോ? കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ആളിങ്ങനെ വന്നിട്ട് പിന്നെ ക്യാമറയിൽ കൊള്ളാതെ ഇപ്പം പാഞ്ഞു കൊടുത്തു. അന്ന് ആ പരിപാടിയിൽ എന്റെ പരിപാടിയിൽ ഒന്ന് വന്നു നോക്കിപ്പോയിന് ഡോക്ടർ സുൽഫീഖർ അലി എന്ന മഹാബുദ്ധിജീവി ട്രസ്റ്റ് മെമ്പറായ ആ പള്ളിയിലെ ഇമാമിനെ പുറത്താക്കി. മകരിവിന് അശാഖൊക്കെ അയാളോടെ ജമായത്തിനുണ്ട്. ഇടക്കൊന്ന് ഇവിടെ വന്നു നോക്കിപ്പോയിന് പുറത്താക്കി. ഷോക്കോസ് നോട്ടീസ് കൊടുത്തു ചില ആളുകൾക്ക്. എന്താ പ്രശ്നം? ഇതിന് ഇന്നെ മാത്രല്ല, ഇപ്പൊ നിങ്ങളൊരു ISMന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായപ്പോ KNM സെക്രട്ടറി അബ്ദുറഹ്മാൻ സൽവി പറഞ്ഞെന്താണ്, KNM പ്രതിനിധിയായി ഞാൻ പോവുകയാണെങ്കിൽ ഞാനൊരു പാനലുണ്ട് അവതരിപ്പിക്കും, അത് അംഗീകരിച്ചെങ്കിൽ പിരിച്ചുവിട്ടിട്ട് ഞാൻ പോരുന്നതാണ്. അപ്പൊ KNM സെക്രട്ടറി പെട്ട മറ്റേയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് അനുകൂലിക്കണില്ല, നിങ്ങൾ ആ നയം ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ സുഹൃത്തുക്കൾ ഇപ്പൊ എന്തായി അവസരങ്ങൾ? ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ISMന്റെ ഒരു പുതിയ കൗൺസിൽ യോഗം നടന്നു. ആ കൗൺസിൽ യോഗം കലക്കാൻ വേണ്ടി നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ജാമിയ നദവിയയിലും ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു. ആ ഗ്രൂപ്പ് മീറ്റിംഗ് 30/9/2012 വിളിച്ചത്. ആ ഗ്രൂപ്പ് യോഗത്തിൽ 7/10/2012 ISM കൗൺസിൽ കലക്കാൻ എറണാകുളത്ത് നിന്ന് ഒരു ടീമിനെ ഇറക്കി. പക്ഷെ പൊളിഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശം നാളെ ഞാൻ കടവത്തൂരിൽ പറയുന്നുണ്ട്. കുറച്ച് പറയേണ്ടത് ഒരുപാട്. ഇയാൾ എവിടെ എത്തിച്ചു പ്രസ്ഥാനത്തേന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ വിശദാംശം ഇൻഷാ അല്ലാഹ് നാളെ കടവത്തൂരിൽ പറയുന്നത്. അപ്പൊ ISM കൗൺസിൽ കലക്കാൻ നോക്കി, നടന്നില്ല. ISM ഇലക്ഷനിൽ ഇടപെടാൻ നോക്കി. കാരണം KNM ഏതാണ്ട് പരുവത്തിലായി, കയ്യിലായി. ഇനിയിപ്പോഴുള്ളത് ISM MSM ആണ്. അതും കൂടി തന്റെ വരുതിയിൽ വരുത്തണം. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാഹി സെന്ററുകൾ ഏതാണ്ട് കൊളാക്കി, എല്ലായിടത്തും 2 ഗ്രൂപ്പും ഫോക്കസുമായി. ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇയാൾക്ക് ഗ്രൂപ്പില്ലാതെ ജീവിക്കാൻ കഴിയൂല. എപ്പോഴും ഒരു ശത്രു വേണം. ശത്രു ഇല്ലെങ്കിൽ ശത്രുവിനെ അസ്യൂം ചെയ്തിട്ട് ഉണ്ടാക്കും ഇയാള്. നിഴൽ യുദ്ധാണ്. അതിന് എന്റെ സഹോദരൻ ഹനീഫും അനസും ഒക്കെ തലവെച്ചു കൊടുത്തല്ലോ എന്നതിലാണ് എനിക്കുള്ള ദുഃഖം. ജമിയത്തിന്റെ പേരിൽ ദൗറ നടക്കുമ്പോ ഞാൻ 25 മിനിറ്റോളം എന്റെ സഹോദരൻ ഹനീഫിനോടും ഫൈസലിനോടും സംസാരിച്ചു. ഹനീഫ്, നമ്മളെ ഭിന്നിപ്പിക്കാനാ ശ്രമിക്കണേ. വിരലിലുണ്ടാവുന്ന ആളുകളെ നമ്മൾ ഈ തൗഹീദിന്റെ ദഅവത്തിൽ രംഗത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞു ഞാൻ. ഹനീഫ് ആന്ന് പറഞ്ഞു. പക്ഷെ എന്തുണ്ടായത്? അത് ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം തയ്യാർ ചെയ്തിട്ടുള്ള ദൗറയായിരുന്നുവെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് 2-ാം തീയതി കൗൺസിൽ നടക്കുന്നത്. ഇവരെല്ലാരെയും പഠിപ്പിച്ചിട്ട് കൗൺസിലിൽ ഞാൻ കൊടുത്ത കത്ത് വായിച്ചോ? വായിച്ചില്ല. ഈ 2 കത്തിൽ കൂടി എനിക്ക് പറയാനുള്ള 10-30 കാര്യങ്ങളുണ്ട്. ഇവിടെ ആകെ 23. ഈ 23 കൊണ്ട് ആളുകൾ എന്തൊക്കെ? സക്കരിയ സലാഹി 23 കുറ്റം ചെയ്തു ചില ആള്. സക്കരിയ സലാഹിന് 23 വട്ടം താക്കീത് വേറെ ചിലര്. സക്കരിയ സലാഹിക്ക് 23 അവസരം കൊടുത്തു തിരുത്താൻ വേറെ ചില ആളുകൾ. സക്കരിയ സലാഹി കഴിഞ്ഞ 6 വർഷമായി ശിർക്കിലായിരുന്നു, ഇവർ തിരുത്തിയില്ല. ഒരു ദിവസം ശിർക്കിലാണെങ്കിൽ KNM നിർത്താൻ പറ്റുമോ? തൗഹീദ് പ്രസ്ഥാനമല്ലേ ഇത്?
6 വർഷം ശിർക്ക്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വ്യക്തമായി ക്ലിപ്പുകളിലൂടെ അവർ തന്നെ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ മഗ്‌രിബിന് ശേഷം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓർക്കുക. ഒന്ന്, ഇപ്പൊ നടന്ന ഈ മുഖാമുഖ നാടകങ്ങളിൽ എടവണ്ണ വെച്ച് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞൊരു വാചകം നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യമായിട്ട്, ഒന്നുകിൽ മുവഹിദാവുക അല്ലെങ്കിൽ മുശ്രിക്കായി പുറത്തു പോവുക. ശിർക്കിലേക്ക് പോവുക. ചിലപ്പോ ശിർക്കും ഒന്നുകിൽ നിങ്ങൾ മുവഹിദാവുക അല്ലെങ്കിൽ ശിർക്ക് സമ്മതിച്ച് ശിർക്കിലേക്ക് പോവുക. ചിലപ്പോ ശിർക്കും, ചിലപ്പോ ശിർക്കല്ലാതെയും, പിന്നെ ശിർക്കും, പിന്നെ ശിർക്കല്ലാതെയും ഉരുണ്ട് വരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളി നിർത്തിക്കളി. ഇത് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളും നിങ്ങളും കൂടി ഇതിന്റെ കൂടെ നിന്ന് ഇത് ഉറക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാതില് പറഞ്ഞു, സ്വകാര്യ ചർച്ചയിൽ പറഞ്ഞു, തെളിവുകൾ കാണിച്ചു തന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോ 3 തവണ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് സക്കരിയ സ്വലാഹി തന്നെ ഒപ്പുവെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് അനുവദനീയമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 2 പണിയും കൂടി ഇനി വേണ്ട, രണ്ടാലൊന്ന് തീരുമാനിച്ചാൽ മതി. ഒന്നുകിലും തൗഹീദ് സ്വീകരിച്ച് മുജാഹിദായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശിർക്ക് ബാധിച്ച് ശിർക്കിന്റെ ആളായി മുജാഹിദുകൾക്ക് എതിരിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പ്രചാരണ വേലയുമായി നടക്കുക. രണ്ടും കൂടി ഇനി അവ്യക്തതയ്ക്ക് വേണ്ടി സമ്മതിക്കില്ല, അതിനി നടപ്പാവില്ല എന്ന് തീർത്ത് പറയുകയാണ്. തീർത്ത് പറയാൻ പറ്റിയ ആളാണ്. എന്റെ മൂപ്പരെ കയ്യിലാണല്ലോ. എപ്പോഴത് എക്സിക്യൂട്ടീവ് പുറത്താക്കിയിട്ട് കൗൺസിൽ ചേരുന്നതിന് മുമ്പായി പറയണം, ഇനി നടക്കൂല, ഇനി ഇതിൽക്ക് വരാൻ അയക്കൂല, ഒന്നുകിൽ മുശ്രിക്കാന്ന് പ്രഖ്യാപിക്കും ഞങ്ങള്, അല്ലെങ്കിൽ ഞങ്ങളൊപ്പം നിന്നോളുക. ഞാൻ ചെയ്ത കുറ്റം എന്താ? പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് ഏതോ അതിലൊരു പുതിയ തിരുത്തു പാടില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണോ അത് അങ്ങനെ തന്നെ പറയണം എന്നു ഞാൻ പറഞ്ഞതാ എന്റെ കുറ്റം. അത് മഗ്‌രിബിന് ശേഷമുള്ള പരിപാടിയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 തവണ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എന്താ ഒപ്പിട്ട് കൊടുത്തത്? ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് എന്താണെന്നറിയങ്ങള്, പി.എൻ. അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനങ്ങളൊക്കെ എടുത്തു. വൈകുന്നേരം വരെ ചർച്ച. അങ്ങനെ പിരിയാൻ നിൽക്കുമ്പോ ഇയാൾ പറഞ്ഞു, ആ ജിന്നിനോട് സഹായം ചോദിക്കൽ തൗഹീദിന് വിരുദ്ധം ശിർക്കും, അതും കൂടി അവിടെ എഴുതിയേക്കുക. അപ്പൊ ഹനീഫി അനസും നേരത്തെ പ്ലാൻ ചെയ്തു വന്ന ഉടനെ തന്നെ ഹനീഫിയാണ് എഴുത്തുകാരൻ. അപ്പൊ വേഗം എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എഴുതാൻ പറ്റൂല്ലോ, നമ്മൾ ചർച്ച ചെയ്യണല്ലോ. ഇതൊന്നും ചർച്ച ചെയ്യണോ? ജിന്നോട് സഹായിക്കാൻ ചെറുക്കാൻ നമ്മൾ നേരത്തെയുള്ള എല്ലാവരും അംഗീകരിക്കണല്ലേ? ഞാൻ പറഞ്ഞു, അതാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ വേറെ ചില ചർച്ചകളുണ്ട് ജബ്ബാർ പോലിയായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹം ഒന്നും ഇല്ലാതെ ഈ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന്. ഞാൻ പോവുകയാണ്. ഞാൻ തിരുനേരം പഠിക്കുന്നത് ഈ മനുഷ്യനെ വിചാരിച്ചിട്ട്, ആരെ പി.എൻ.നെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിരിവിനോട് വേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഇരിക്കൂലായിരുന്നു എന്നൊക്കെ പണ്ട് ഇയാൾ എണീറ്റ് പോകാൻ നിൽക്കുക. അപ്പൊ റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട നല്ല നല്ല തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എന്തൊക്കെയുണ്ട്? ജിന്നുബാധയുണ്ടാകും, ജിന്നുബാധ മൂലം രോഗമുണ്ടാകും, അതുപോലെ തന്നെ റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് തുടങ്ങിയ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ തീരുമാനമൊക്കെ വെള്ളത്തിലാക്കാൻ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മുജാഹിദ് പ്രസ്ഥാനത്ത് ഒരു കാലത്തും തർക്കമില്ലാത്തൊരു കാര്യമാണ് ജിന്നിനോട് എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് അതാ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അല്ലാതെ ഭൗതിക കാര്യം ചോദിക്കുന്നത് അതിൽ എഴുതിയിട്ടില്ല. അത് ഇയാളെ വാച ഇയാളുണ്ടാക്കുക. ഇയാൾ ചിലപ്പോൾ ആ വിഷയത്തിൽ അത് എഴുതിച്ചിട്ടുണ്ടാവുക, പക്ഷെ ആ വാചകത്തിൽ അതില്ല. പിന്നെ ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ ഉണ്ടായ ചർച്ച, അത് എന്തായിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവരുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ്. അത് ശരിയാണ്. അഭൗതികമായ ജിന്ന്, അദൃശ്യമായ ജിന്ന്, ഗായിബായ ജിന്ന് അത് ശിർക്കാണല്ലോ, എന്ത് ചോദിച്ചാലും ശിർക്കാണ്. പക്ഷെ ഹാലറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ച ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാ ഇബാദല്ലാഹി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അത് ശിർക്കാണെന്ന് ഒപ്പിട്ടുകൊടുക്കാൻ പറ്റൂല. അതിന്റെ താഴെ യാ ഇബാദല്ലാഹിനെ സംബന്ധിച്ച് അത് തെളിവിന് പറ്റൂല എന്ന് മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലജ്ന ദായിമയുടെ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ട്. ആ ഫത്വയിൽ എന്താണ്? വേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫത്വയാണ്. ആ ഫത്വയിൽ ചോദിക്കുന്നത്, ഞാന് റുഖിയ നടത്തുന്ന ആളാണ്, അപ്പൊ എനിക്ക് സിഹിർ പുറത്തു കൊണ്ടുവരാൻ, സിഹിർ ചെയ്ത് പല കെട്ടും മന്ത്രവും പലയിടത്തൊക്കെ കുഴിച്ചിട്ടും കുഴിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അത് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് ജിന്നിന്റെ സഹായം തേടാമോ
അതുപോലെ തന്നെ എനിക്ക് ജിന്നിനോട് മറച്ചു വെക്കപ്പെട്ട ഏലസുകൾ എവിടെയൊക്കെയാണെന്ന് കണ്ടെത്താൻ കൽപ്പിക്കാമോ എന്നൊരാൾ ചോദിച്ചു. അപ്പൊ ലജ്ന ദായിമ പറഞ്ഞു, ലാ യജൂസു ഇസ്തിആനതു ബിൽ ജിന്നി വൽ ഗായിബീൻ. ഇത്തരത്തിലുള്ള ഇസ്തിആനത്ത് ജിന്നിനോടും ഗായിബീങ്ങളോടും പാടില്ല. ലിഅന്ന ഹാദാ മിനശ്ശിർകി ബില്ലാഹി അസ്സ വജൽ. കാരണം ഇത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇവിടെ അൽ-ഇസ്തിആനത്തുള്ള എല്ലാ ഇസ്തിആനത്തും എന്നൊരു അർത്ഥം പറയാം. ഖുറാഫിൽ അദ്ദുആഉ ഹുവൽ ഇബാദാന, എല്ലാ ദുആയും ഇബാദത്താണ്, എല്ലാ ദുആയും ശിർക്കാണോ എന്ന് ചോദിക്കുന്നത് പോലെ ചോദ്യത്തിൽ പറഞ്ഞ ഇസ്തിആനത്ത് എന്താ? ഗൈബിയായ വിഷയമാണ്. റുഖിയ നടത്തുമ്പോൾ ജിന്നിനോട് സഹായം ചോദിക്കുക. ഏത് വിഷയത്തിൽ? മറച്ചു വെക്കപ്പെട്ട സിഹിർ പുറത്തെടുക്കാൻ. അത് ഗൈബിയായ വിഷയല്ലേ? ജിന്നിനും ഗൈബാണത്, ഞമ്മക്കും ഗൈബാണ്. അതിന്റെ ഏലസുകള് എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ ഏലസ് എഴുതിയിരിക്കണത് ജിന്നിനറിയോ? അറിയില്ലല്ലോ. ഒരു ജിന്നിന് ഓമത്തെ ഏലസ് അറിയായിരിക്കും. അപ്പൊ ഗൈബിയായ വിഷയമായതുകൊണ്ട് അത് ശിർക്കാണ് എന്ന് ഫത്വ കൊടുത്തു. ആ ഫത്വ ഇവർ ഉപയോഗിക്കുന്ന എന്തിനാ? എല്ലാം എന്ത് ചോദിച്ചാലും അതൊക്കെ ശിർക്കാണ്. എന്നിട്ട് അവർ വായിക്കും, അമ്മൽ ജിന്നു ഫഹുക്മു ഹാദിരിഹിം കവായിബിഹിം. ജിന്ന് അതിന്റെ ഹാദിറിന്റെ ഹുക്കം തന്നെയാണ് ഗായിബിന്റേതും. ഗായിബിന്റെ പോലെ തന്നെയാണ് ഹാദിറിന്റെ ഹുക്കുമും. അപ്പൊ ഇവിടുന്ന് ഒരു കുട്ടി ചോദിച്ചു, അങ്ങനെ ജിന്ന് ഹാദിറും ഗായിബും ഒക്കെ ഉണ്ടാവും, അതെങ്ങനെ നമുക്ക് തിരിയാം? ഉരുണ്ട് മറിയാ ചെയ്തത്. യഥാർത്ഥത്തിൽ ഹാദിർ ഗായിബ് എന്ന് പറയുന്ന വ്യത്യാസം ഗൈബിയായ വിഷയം സഹായം ചോദിക്കുന്നതിലില്ല. ഗൈബിയായ വിഷയം ഹാദിറായി മുമ്പിലുള്ള മനുഷ്യനോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ്. അപ്പൊ മാതാ അമൃതാനന്ദമ ഇവിടെ മുമ്പിലിരുന്നു, അല്ലെങ്കിൽ ബുഖാരി തങ്ങൾ മുമ്പിലിരുന്നു, ആണ്ടവർ മുമ്പിലിരുന്നു, എനിക്ക് ഹിദായത്ത് തരണേ, എനിക്ക് സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, യാതൊരു സംശയമല്ല. അവിടെ ഹാദിറെന്നോ ഗായിബെന്നോ പ്രശ്നമില്ല. അത് വെച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലെ ഒപ്പിടാൻ മടിച്ചത്. പക്ഷെ ശിർക്കും ഹറാമുമാണെന്ന് ഒപ്പിട്ടത് ഗായിബായ ജിന്നിനോട് അതിന്റെ കൈവിൽപ്പെട്ടതോ അല്ലാത്തോ ചോദിക്കുന്നതാണ്, ഹാദിറായതിനെ പറ്റിയല്ല. പിന്നെ മൂന്നാമത് ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ഈ നേരത്തെ മേൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പഠിക്കാനും ചിന്തിക്കാനും ആവശ്യമാണ്. അതാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്ത കാര്യം. പിന്നെ 3 പ്രാവശ്യം ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കും ഹറാമുമാണെന്ന് സക്കരിയ സലാഹി ഒപ്പിട്ടു തന്നിട്ടുണ്ട് എന്നങ്ങോട്ട് പറയാ നാടകക്കാരൻ. എന്തോ എന്നിട്ട് പിന്നെ നുണയും പറഞ്ഞിരുന്നു. ഇവിടെ കുട്ടികൾ ചോദിച്ചു, ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പിന്നെ അത് അനുവദനീയാന്ന് സക്കരിയ പ്രസംഗിച്ചു, ഒരൊറ്റ തെളിവ് അനീഫക്കാർക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. പറയാൻ പറ്റിയില്ല അയാൾക്ക്. എന്നിട്ട് അത് ഉരുണ്ട് വരേണ്ട എന്താറിയോ? അങ്ങനെ പൊതുവായിട്ട് സാലിം ഖാന്റെ പ്രസംഗം, സിറാജുൽ ഇസ്ലാമിന്റെ പ്രസംഗം, മറ്റുള്ള പ്രസംഗം അതിൽ ഒന്നിനും പറഞ്ഞിട്ടില്ല അനുവദനീയം. പച്ചക്കളവാണ്. ഒരൊറ്റ ഇവിടെ തെളിയിക്കും. നിങ്ങൾ ഇവിടെ തന്നെ പരിപാടി വെച്ചോളി. സക്കരിയ സലാഹിയോ ഈ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്ന് പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്ത് ഒരൊറ്റ തെളിവ്. 23 കുറ്റപത്രം വായിച്ചല്ലോ സഹോദര. അതിൽ കുറ്റം എന്താണെന്നുണ്ടോ? ഉണ്ടോ? കുറ്റപത്രത്തിൽ ആദ്യം ഉണ്ടാകേണ്ടത് കുറ്റം എന്താണല്ലേ? അത് മാത്രമില്ല. അതായത് പ്രത്യേകത. മാത്രമല്ല, കുറ്റപത്രം ആദ്യമായിരിക്കും കൊടുക്കുന്നത്, പ്രതിക്കല്ലേ കൊടുക്കുക. ഞാൻ 3 പ്രാവശ്യം വരെ കാര്യം തൊട്ട് ചെന്നല്ലോ, എനിക്ക് വായിച്ചു കേൾപ്പിച്ചെന്നോ. സാധാരണ ഒരു നാടൻ മുനിസിപ്പൽ കോടതിയിലാണെങ്കിലും കൂടി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഇതുവരെ എഴുതിയില്ല കുറ്റപത്രം. ഇയാള് അവിടെ കൗൺസിലിൽ പ്രസംഗിച്ചത് ഒരാൾ മൊബൈലിൽ പകർത്തിയിട്ട് ഞാൻ എഴുതിയെടുത്തതാ. ഇപ്പൊ നോട്ടീസായി ഇറങ്ങി. ഇപ്പൊ എന്തൊക്കെ കടവത്തൂര് രഹസ്യമായിട്ട് KNM വിതരണം ചെയ്യുന്നുണ്ട്, വിജിന്തനൻ റീഡേഴ്സ് ഫോറം കാസർഗോഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കായിട്ടുള്ള കുറ്റപത്രം. അനീഫ് അവിടെ വായിച്ചതും ഈ നോട്ടീസിൽ തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. അപ്പൊ കുറ്റപത്രം എന്ന് പറഞ്ഞ് നാട്ടിൽ കൂടെ എങ്ങനെ കൊണ്ടെടുക്കുന്നുണ്ട്. എനിക്കിതുവരെ കുറ്റപത്രം തന്നിട്ടില്ല. എന്റെ കുറ്റപത്രം ഞാനല്ലേ കാണേണ്ടത്. ആ കുറ്റം ഞാൻ ചെയ്തതാണോ? എനിക്കത് അറിയാനുള്ള അവകാശമില്ലേ? എന്നിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് സഹോദരൻ ഹനീഫ അങ്ങനെ കടകട വായിച്ചിട്ട് വെറുതെ മീജാബിന് പുറത്താക്കിയല്ല, ഇത്രയും കാലമായിട്ട് നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കിയതാണ് എന്ന് പാമര ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. അതിലുള്ള കുതന്ത്രങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വായിക്കുന്നത്. ഏതായാലും നമുക്ക് കൗൺസിലിലേക്ക് തന്നെ വരിക. ഇപ്പൊ കൗൺസിൽ നടക്കുന്നതിന് മുമ്പായി പറയുന്നത് കേട്ടോ. KNM എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്ത് എനിക്ക് കൗൺസിലിന് അപ്പീൽ കൊടുക്കാൻ അവസരമൊരുക്കാതെ ഈ കൗൺസിലിൽ കഴിഞ്ഞ് പിന്നെ 2-4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കത്തയക്കണത്. 7-ാം തീയതി എനിക്ക് കത്ത് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ 2-ാം തീയതി കൗൺസിലിന് മുമ്പ് എന്തിനാ ഇത് നടത്തിയത്? കൗൺസിലർമാരെ മുഴുവൻ ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ. എന്നിട്ട് കൗൺസിലിൽ ഞാൻ കൊടുത്ത കത്ത് വായിച്ചോ? വായിച്ചില്ല. അവിടെയും ഇയാൾ ഈ കുറ്റപത്രം ഏതാണ്ട് 1 മണിക്കൂറോളം വായിച്ച് വിശദീകരിച്ച് അയാൾ അവക്ക് ശറഹ് കൊടുത്ത് അങ്ങനെ വായിച്ചു. എന്റെ കത്ത് വായിക്കാൻ 10-15 മിനിറ്റ് മതി. അത് വായിച്ചില്ല. അവിടെയും എന്നെ അവഗണിച്ചു. എനിക്ക് അതിന് മൂപ്പര് വന്നിട്ട് ആ കുറ്റപത്രം മൂപ്പര് വായിക്കാം. ഞാൻ കൊടുത്ത കത്ത് തലശ്ശേരി വന്നിട്ട് ഇതിൽ എന്റെ പേര് 24 തവണ ഉണ്ട്. റബ്ബിക്കുമാ തുക്കദിവാന്ന് അബ്ദുറഹ്മാൻ സൽബി എന്നുണ്ട്. അതാ അതിന്റെ മറുപടി. അതല്ലല്ലോ അതിന്റെ മറുപടി. ഞാൻ പറഞ്ഞ ഒന്നിനെങ്കിലും മറുപടി പറഞ്ഞോ? CD ടവർ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗ് മറുപടി പറഞ്ഞോ?
KKP അബ്ദുള്ള എന്ന ചാരനെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടത്തിവിട്ട് ചാരപ്പണി നടത്തി 40ഓളം പണ്ഡിതന്മാർക്ക് മടവൂർ വിഭാഗം ഇറക്കിയ കട്ടുമുറിച്ച ക്ലിപ്പുള്ള CD കേൾപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് ഞങ്ങൾ ഓരോരുത്തരും ചെല്ലുമ്പോഴേക്കും ഫോൺ ചെയ്യും. KKP എന്നിട്ടും സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ 40ഓളം പണ്ഡിതന്മാരെ കാണാൻ സൗകര്യം ചെയ്തു കൊടുത്ത അബ്ദുറഹ്മാൻ സലഫിയാണ്. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് കുറ്റപത്രയിലുണ്ട്. അത് പറയണ്ടേ, മൂപ്പർക്കെതിൽ വല്ലതും കണ്ടാ പിന്നെ ഭയങ്കര ബേജാറാ. ഇപ്പോ KJU ഇറക്കിയ പുസ്തകത്തിൽ 38ഓളം ആളുകൾ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് 38 പണ്ഡിതന്മാര് ഒപ്പിട്ട് കൊടുത്തു. അതിനെപ്പറ്റി എന്താ കമന്റ്? KJUന്റെ മീറ്റിംഗിൽ 38 പോത്തുകൾ. ആരാ പറയുന്നത്? ജാമ്യയിൽ വലിയക്കം ശമ്പളം വാങ്ങുന്ന ബാക്കവി. കാരണം ഇയാൾക്ക് അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടി എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത് തിരിയുന്നില്ല. 38 വിഡ്ഢികളാണ് വേറെ സ്ഥലത്ത് പറഞ്ഞത്. 38 പോത്തുകളിൽ ഒരു പോത്തിന്റെ മോനാണ് അവൻ പറഞ്ഞു. മൂപ്പര് സാസ് നരച്ചപ്പോ നിങ്ങളോ നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും അങ്ങാടിയിൽ ആരെങ്കിലും പോത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമോ? ഈ KJU എന്ന പാവനമായ ഒരു സംഘടനയെ ഹൈജാക്ക് ചെയ്തിട്ട് ഇത്ര തരം താഴ്ന്ന തരത്തിൽ വിശദീകരണം നടത്തുന്നതിനൊക്കെ എന്റെ സഹോദരൻ ഹനീഫ് നിന്നു കൊടുക്കണ്ടല്ലോ. വയനാട്ടിൽ ഓനൊക്കെ ഇരിക്കുന്ന സാസ് എന്താ പറഞ്ഞത്? ആരെ 38 പോത്തിൽ ഒരു പോത്താരെ അബ്ദുൽ ലത്തീഫ് ആമയൂർ. അള്ളാഹൻ സുഖമില്ലാതിരിക്കുക, പ്രായം ചെന്ന് വളരെ രോഗങ്ങളുമായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനം എത്രയോ ലേഖനങ്ങൾ എഴുതി പുസ്തകം എഴുതി പ്രസംഗിച്ച് ഈ കാലം വരെ വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തെ പോത്ത് എന്നാ വിളിച്ച്. അബൂബക്കർ സലഫി, അതുപോലെ തന്നെ ഷബീർ മദീനി, ഹംസ മദീനി, സുഹൈർ ചുങ്കത്തറ, അവരൊക്കെ പോത്തുകൾ. അപ്പൊ എന്തും പറയാം. അത് കോക്കസിന്റെ പിൻബലാണതൊക്കെ. ഇരിക്കട്ടെ, ഈ കൗൺസിൽ എന്താ നടന്നത്? കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് TP പറയാണ് ഇതിനെപ്പറ്റി ഇവിടെ ഒരു ചർച്ചയില്ല. ഇത് ഇവിടെ ഈ കൗൺസിലിന്റെ പൂർണ്ണ അംഗീകാരമുള്ളതായി പ്രഖ്യാപിക്കുന്നു. ഉടനെ തന്നെ തക്ബീർ തൊഴിലാളികളെ തക്ബീർ ചെല്ലും. മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടോ അങ്ങനെ തക്ബീറിന്റെ ഏർപ്പാട്? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാ ഇപ്പൊ അങ്ങനെയാണ്. ഒരൊറ്റ പ്രഖ്യാപനമാണ്. ആ വാചകം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. സക്കരിയ സലാഹിയുടെ അതേ ആശയം സ്വീകരിച്ച അതേ ശൈലിയിൽ ഈ സംഘടനയിൽ തുടർന്ന് ആർക്കും ആ വഴിക്ക് പോകേണ്ടി വരും. അല്ലാഹു അക്ബർ. തക്ബീർ തൊഴിലാളികൾ ഇനി മൂപ്പര് പറയാ, ഇത് ഈ തീരുമാനം ഈ കൗൺസിലിന്റെ പൂർണ്ണമായ അംഗീകാരമുള്ളതായി അറിയിക്കുന്നു. അല്ലാഹു അക്ബർ. ഇത് കേരളത്തിൽ എവിടെയാണോ വിശദീകരിക്കേണ്ടത് അവിടെ വിശദീകരിക്കാൻ കേനും KJUം തയ്യാറാണ്. യാതൊരു സംശയവും വേണ്ട. അല്ലാഹു അക്ബർ. എന്താ ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമുള്ളതാ? അതിലിടക്ക് ഇയാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഒരാൾ സംശയം ചോദിക്കണേ ഈകളാണ് ആരും സദസ്സെന്ന്. അപ്പൊ TP അധ്യക്ഷൻ എണീറ്റിട്ട് പറയാണ്, നിങ്ങൾ ആരും സംസാരിക്കരുത്, നിങ്ങൾ സംസാരിക്കേണ്ടപ്പോ ഞാൻ പറയും. അപ്പൊ ഇതിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാൻ ചില ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമുള്ളതാ തന്നെ. നിങ്ങൾ സംസാരിക്കേണ്ട സമയം ഞാൻ പറയുന്നു, സ്റ്റേർ നിയന്ത്രിക്കുന്നില്ല. അതുപോലെ ഒരു പ്രവർത്തകൻ ചോദിച്ചു, കാസർഗോഡ് ഹദീസ് സെമിനാറിൽ സക്കരിയ സലാഹി ശിർക്കം വാദം പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ നേരിട്ട് കേട്ടതാണത്. അപ്പൊ KV ഇറങ്ങി പോടാ അവിടുന്ന്. കാരണം KVക്ക് സീറ്റ് കിട്ടിയത് ഈ കോക്കസിന്റെ ഔദാര്യം കൊണ്ടാണ്. സ്വന്തം മണ്ഡലത്തിന് കൗൺസിലർ ആയില്ല. അപ്പൊ പിന്നെ ഫറൂഖ് മണ്ഡലത്തിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചു. അപ്പൊ പ്രവർത്തകർ എതിർത്തു. ആ സമയത്ത് TP പറയാണ്, അദ്ദേഹത്തെ കൗൺസിൽ എടുക്കാന്നൊരു വസീയത്ത് പോലെ ഞാൻ മൂപ്പർക്ക് വാക്ക് കൊടുത്തതാണ്. അപ്പൊ ഒരു പ്രവർത്തകൻ ചോദിച്ചു, എന്താ TP നിങ്ങളുടെ തറവാട്ട് സ്വത്താണോ ഞാൻ അങ്ങനെ വസീയത്ത് പോലെ കൊടുക്കാൻ? എന്നിട്ട് യോഗം നിർത്തിവെച്ചു. അവരിഷ്ടപ്പെട്ട കൗൺസിലർമാർ വരാത്തതിന്റെ പേരിൽ യോഗം നിർത്തിവെച്ചു. എന്നിട്ട് പിന്നെ സമവായ ചർച്ച പറഞ്ഞ് പിന്നെ കൂടിയിട്ടാണ് ആരെ കൗൺസിലറാക്കിയത്? KVയെ കൗൺസിലറാക്കിയത്. ഇവിടെ SLRC എന്ന് പറഞ്ഞ സാധനം അവർ പണം പിരിക്കുന്നു, ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, പല പദ്ധതിയും നടക്കുന്നു. KNM അറിയില്ല. പക്ഷെ KNMന്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അവർ ദുരുപയോഗം ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല. അതിന്റെ സംസ്ഥാന പരിപാടിക്ക് APയും DPയും പോയി ഇരുന്നു കൊടുക്കും. അപ്പൊ അവർക്ക് നല്ല അംഗീകാരമായി. പച്ച ചേകനൂരിന്റെ ആളുകളാണ് കാഞ്ഞങ്ങാട് പോലുള്ള സ്ഥലത്തൊക്കെ SLRCന്റെ ആളുകൾ. എത്ര പരാതി എടുത്താലും പരിഗണിക്കൂല. അപ്പൊ കണ്ണൂർ ജില്ലയിൽ MGM തന്നെ ഇല്ലാതായി. SLRC ലേഡീസ് വിംഗ് ഉണ്ടെങ്കിൽ പിന്നെ MGM വേണ്ടാതാണ്. MGMനെ ഞെക്കിക്കൊന്നു പല സ്ഥലത്തും. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് KV അന്ന് അങ്ങനെ പ്രഖ്യാപിച്ചത്. എന്തിനാണ് ആലോചനാ സഭ? ശ്രദ്ധിക്കും, നിങ്ങളെ കൗൺസിലിലേക്ക് തന്നെ വരും. എന്തിനാണ് ആലോചനാ സഭ? ആലോചനാ സഭ ആലോചിക്കാനല്ലേ. ചർച്ചയില്ല എന്ന് പറയല് KNMന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? TP വരെ ഇവിടെ ചർച്ചയില്ല. നിങ്ങൾക്ക് അയച്ചു തരാനുള്ള സർക്കുലറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. എന്നാ പിന്നെ അതങ്ങ് അയച്ചു കൊടുത്താൽ വരെ. കൗൺസിൽ വിളിച്ചാൽ ആളുകളെ പൈസ ചിലവാക്കിയിട്ട് CD അവർ കയറ്റണോ? കയറി ചെല്ലുമ്പോ തന്നെ ഒപ്പ് വാങ്ങുമല്ലോ. പിന്നെ അവിടെ എന്ത് തോന്നിയാസ് ഉണ്ടായാലും അതിനൊക്കെ ബല അംഗീകാരമായി. പണ്ടൊക്കെ തീരുമാനം കഴിഞ്ഞിട്ട് അവസാനം ഒപ്പിടിക്കുന്നു. ഇപ്പൊ പുറത്തെ ആളെ ഇരുത്തല, ബാഡ്ജ് കൊടുക്കുമ്പോൾ അതിന് ഒപ്പും വാങ്ങും.
അതുകൊണ്ട് പിന്നെ അവിടെ നടക്കുന്ന എല്ലാ തീരുമാനത്തിനും ഒപ്പായി. ഇങ്ങനെയാ കൗൺസിൽ പിരിഞ്ഞത്. കൗൺസിൽ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോ ധിക്കാരപരമായി അതിനെ എതിർത്തുകൊണ്ട് ഒഴിവാക്കാൻ ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, അതും കഴിഞ്ഞു. എന്നിട്ടും സുഹൃത്തുക്കളെ, ഞാൻ അത് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങിയില്ല. പിന്നീട് പത്രവാർത്ത കൗൺസിലിന്റെ അന്നും തലേന്നും ഞാൻ ഇവിടെ ഈ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ, ഈ പുസ്തകത്തില് ഞാനിവിടെ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഈ പുസ്തകത്തിൽ ആദ്യ ഭാഗത്തിന് പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. അതിന് ഡേറ്റ് തെറ്റിയിട്ടുണ്ട്. 2012 മാർച്ച് അല്ല, 2012 സെപ്റ്റംബർ 1 പുറത്തിറക്കിയ മാധ്യമം ദിനപത്രത്തിൽ ജിന്നു വിവാദം സക്കരിയ സലാഹിയെ KNM പുറത്താക്കി എന്ന തലക്കെട്ടിൽ വന്നതിൽ എന്താ ഉള്ളത്? ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ബഹുദൈവാരാധന അഥവാ ശിർക്കൽ എന്ന വാദമാണ് സക്കരിയ സലാഹിക്കെതിരെ നടപടിക്ക് വഴിവെച്ചത്. പിറ്റേ ദിവസം മാതൃഭൂമിയിൽ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടൽ ശിർക്കാണെന്ന വാദം അംഗീകരിക്കുന്നതായി കാണിച്ചു ഒപ്പിടാൻ സലാഹി വിസമ്മതിച്ചതാണ് ഇപ്പോഴത്തെ നടപടിക്ക് കാരണമായി പറയുന്നത്. ഈ പ്രസ്താവന വ്യാജമാണ് എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പത്രത്തിൽ കൊടുത്തു. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കു തന്നെ. മാധ്യമത്തിലൊന്നും മാതൃഭൂമിയിലൊന്നും രാഷ്ട്രീയ ചന്ദ്രൻ എല്ലാ പത്രങ്ങൾക്കും കൊടുത്തു, മലയാളം ന്യൂസിൽ വരെ കൊടുത്തു. ഇതൊക്കെ എങ്ങനെ കിട്ടിയതാ? ഞങ്ങൾ പത്രക്കാരായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ പറഞ്ഞ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ തന്നതാണ്. ഇവിടെ നടന്ന യോഗത്തിൽ ഒരു പ്രവർത്തകൻ ചോദിച്ചു അനീഫ് കായക്കൊടിയോട്, നിങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ സക്കരിയ സലാഹിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് വാദമില്ല, സഹായം തേടാമെന്നും വാദമില്ല, ഹാജറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ അത് ഹറാമും ശിർക്കിലേക്കുള്ള വസീലയുമാണ്, ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. നിങ്ങൾ പറഞ്ഞല്ലോ. എങ്കിൽ പത്രത്തിൽ വന്നപ്പോ സംഘടന കൊടുക്കണ്ടേ തിരുത്ത്? അല്ലെ? ആ പ്രവർത്തകൻ തന്നെ ആവർത്തിച്ചത് ചോദിച്ചപ്പോൾ എന്താ എഴുതുന്നത്? അതിപ്പോ പത്രത്തിൽ വന്നപ്പോ പ്രതിഷേധക്കുറിപ്പ് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തിട്ടില്ലേ? 2009 നടപടി ഉണ്ടായി. 2 ആളെ പുറത്താക്കി നിന്നപ്പോ തേജസ്സിൽ വാർത്ത വന്നപ്പോ പിറ്റേന്ന് KNM കൊടുത്തു. അങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ലേഖകന്റെ വിശദീകരണം തന്നെ അടി കൊടുത്തത് എന്താ? ഞങ്ങൾക്ക് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പൊ ആരാ കള്ളൻ? തേജസ്വീകരണ? അപ്പൊ വളരെ വ്യക്തമായ ഗ്രൂപ്പ് കളി ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടും പത്രങ്ങളിൽ വന്നു, കൗൺസിൽ വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും സുഹൃത്തുക്കളെ, എനിക്കതിൽ ശിർക്കാരോപിച്ച് 3 സ്ഥലത്ത് മുഖാമുഖം നടത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? ഇത്രയേറെ ദ്രോഹിക്കപ്പെട്ടിട്ട് മര്യാദകേട് എന്നോട് കാണിച്ചിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെയുള്ള കള്ളപ്രചരണം, ശിർക്കാരോപണം, 3 ശിർക്കാരോപണ സമ്മേളനത്തിലും കൊടുവള്ളിയും ബുസ്താനിലും ഇടവണ്ണി പങ്കെടുത്താണ് TP. എന്നിട്ട് ആ TP പറയുന്നത് സക്കരിയ സലാഹി ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് കൗൺസിൽ കഴിഞ്ഞിട്ട് നിർത്തല്ല, സമ്മേളനത്തിന് പോകല്ല. 25-ന് മുമ്പായിട്ട് എല്ലാ ജില്ലകളിലും ആവശ്യമുള്ള മറ്റ് സ്ഥലങ്ങളിലും വീണ്ടും വിശദീകരിക്കുന്നതാണ്. അപ്പോഴാ സക്കരിയ സലാഹി ഇറങ്ങിയത് സെപ്റ്റംബർ 8-ന്. മനസ്സിലായോ? കാരണം ഞാൻ മരിച്ചാൽ മയ്യത്തസ്കരിക്കാൻ വരെ പറ്റുമെന്ന് സംശയിക്കുന്ന അവസ്ഥ എത്തി. ഞാൻ പച്ച മുശിരിക്കായി പോയില്ല. ജിന്നിനെയും മുഴക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തന്ന ആളല്ലേ. ഇപ്പൊ ഈ തലശ്ശേരി വന്നിട്ടുള്ള എന്താ പറഞ്ഞത്? TP പറഞ്ഞു ഇത്രയ്ക്കും പ്രാർത്ഥിക്കാൻ തന്നെ പറഞ്ഞു. എന്താ ഡോക്ടർ ബഷീർ പറഞ്ഞത്? ഒക്കെ ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോപിക്കുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ് ശിർക്കാരോപണം. അനീഫക്ക് അറിയില്ലേ അതിന്റെ ഗൗരവം? ഇല്ലേ? ഞാൻ ശിർക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ പറയുന്നു എനിക്കങ്ങനെ വാദമില്ല. ഞാൻ എഴുതിയതോ പ്രസംഗിച്ചതോ നിങ്ങൾ കൊണ്ടുവരൂ. ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞെന്താ? വിശദീകരണ യോഗം തുടങ്ങിയതിനു ശേഷം മഞ്ചേരിയിലും അതുപോലെ ബുസ്താനിലും ഞാൻ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ കൂട്ടി മാറ്റിയിട്ടാ തെളിവുണ്ടാക്കണത്. അപ്പൊ അതുവരെ തെളിവില്ലാന്ന് ഉറപ്പായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ള അന്യായം എന്റെ പേരുണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ അവസാനം ഗത്യന്തരമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ എണീറ്റു നിൽക്കേണ്ടി വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജിന്നിനോട് ഭൗതികമോ അഭൗതികമോ കൈവിൽപ്പെട്ടതോ കൈവിൽപ്പെടാത്തതോ ഒന്നും ചോദിക്കാമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതെല്ലാം ഹറാമാണ്, പാടില്ലാത്തതാണ്. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? തനിച്ച ശിർക്കുമാണ്. ജനപ്രദേശത്തോ വിജനപ്രദേശത്തോ എവിടെയായാലും അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമാണ് സഹായം ചോദിക്കേണ്ടത്. വിജനപ്രദേശത്തെത്തിയാൽ യാ ഇബാദല്ലാ എന്നല്ല വിളിക്കേണ്ടത്, യാ അല്ലാ എന്നാ വിളിക്കേണ്ടത്. വണ്ടി വരിയോ എന്നല്ല വിളിക്കേണ്ടത്, യാ അല്ലാ എന്നാ വിളിക്കേണ്ടത്. എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. എന്റെ സഹോദരൻ അനീഫ ഇവിടുന്ന് പറയാണ്, സലഫി നിങ്ങൾ വീണ്ടും അനുവദനീയാണെന്ന് സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് ഒരു തെളിവ് നിങ്ങൾ പറയാന്നപ്പോ തെളിവില്ല. അപ്പൊ പറയാണ്, അങ്ങനെ കാസർഗോഡ് വെച്ച് പ്രസംഗിച്ചപ്പോ ഇമാം അഹമ്മദ് യാ ഇബാദ് എന്ന് വിളിച്ചതും അതുപോലെ ഇമാനെ വിളിച്ചതൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതൊക്കെ അനുവദനീയമാണെന്ന് വരുത്താനല്ലേ? ഹനീഫ,
പച്ച കളവ് പറയരുത്. ആ കാസർഗോഡ് ഹദീസ് സെമിനാർ തന്നെ ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇത് ദുർബലമായ ഹദീസാകുന്നു ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ അത് പറഞ്ഞത്? പക്ഷേ ഇമാം അഹമ്മദ് ചെയ്തതും ഇമാം നബവി ചെയ്തതും ശിർക്കല്ല എന്ന് വ്യക്തമാക്കാനാണ്. അവരെ സംബന്ധിച്ചത് അവർക്ക് ഹദീസ് സഹീഹാണെന്ന് തോന്നി. അവരെ നിരീക്ഷണത്തിൽ, അവരെ പഠനത്തിൽ സഹീഹായതുകൊണ്ട് അവരവർ ചെയ്തു. പക്ഷെ നമുക്ക് ലൈഫാണെന്ന് മനസ്സിലായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ലൈഫാണെന്ന് മനസ്സിലാക്കിയ മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് ഒരു തവണ വഴിതെറ്റിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഈ ഹദീസ് ഓർമ്മ വന്നു. ഇങ്ങനെ വഴിതെറ്റിയാൽ മരുഭൂമിയിൽ ചിയായി പാതല്ല വിളിക്കാലോ. അപ്പൊ അദ്ദേഹം തന്റെ ജുസ് എടുത്ത് പരിശോധിച്ചു. പക്ഷെ ആ ഹദീസിന്റെ സനദ് അദ്ദേഹത്തിന് ബോധ്യമായില്ല. ഫലം യസ്തജിസ് അൻ യദ്ഉ ബിദുആഇ ലാ യർദാ ഇസ്നാദഹു. സനദ് തൃപ്തിപ്പെടാത്ത ഒരു വിളിക്കാൻ അദ്ദേഹം അനുവദനീയമായി കണ്ടില്ല. അത് ഹറാമാണ്. ഫലം യസ്തജിസ് ജായിസായി കണ്ടില്ല. അതാ നമ്മളെ നിലപാട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിജനപ്രദേശത്ത് ചിയായി പാതെന്ന് വിളിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു എന്ന് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, റസൂൽ പറഞ്ഞത് എന്താ? ഹബീബ് തമീം റിവായത്ത് ചെയ്യുന്ന ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ള ഒരു ഹദീസ്, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്ത റസൂലല്ലാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണോ? ഖാല നഅം, അതെ. ഫഇലാ തദ്ഉ, എന്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? നബി പറഞ്ഞു, അദ്ഉ ഇലല്ലാഹ് അസ്സ വജല്ല വഹദ, ഞാൻ ഏകനായ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ആരാണ് അല്ലാഹു? മൻ ഇദാ കാന ബിക ദുർറുൻ ദഅവതഹു കശഫഹു അൻക, നിനക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ ആ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിനക്ക് ദുരിതം നീക്കിത്തരും. വമൻ ഇദാ അസാബക ആമു സനത്തിൻ ഫദഅവതഹു അൻബത ലക, നിനക്ക് ഒരു വറുതിയുടെ കൊല്ലമുണ്ടായാൽ, ഒരു വരൾച്ചയുടെ വർഷമുണ്ടായാൽ നീ അവനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് വിളവുകൾ സമൃദ്ധമായി വിളയിച്ചു തരും. വമൻ ഇദാ കുന്ത ഫീ അർദി ഖഫ്രിൻ ഫഅദ്ലൽത, നീ ഒരു വിജനമായ സ്ഥലത്ത്, ആളില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് നീ എത്തിപ്പെട്ടു, നിനക്ക് വഴി തെറ്റിയാൽ നീ അവനോട് വിളിച്ചു തേടിയാൽ റദ്ദ അലൈക, അവരുടെ വഴിയിലേക്ക് എത്തിച്ചു തരും. നിന്റെ വാഹനമൃഗം നഷ്ടപ്പെട്ടത് തിരിച്ചു തരും. ഖാല ഫഅസ്ലമ റജുൽ, ഇത് കേട്ടപ്പോൾ ആ വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മളൊക്കെ പറയുന്നതാണ്, എവിടെ വെച്ചു അള്ളാഹിനോടാ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹിനോടാ സഹായം ചോദിക്കേണ്ടത്. അതല്ലാത്തൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഈ പ്രസ്ഥാനത്തിലെ ഒരാളും പറഞ്ഞിട്ടില്ല. എന്നിട്ട് സംഘടനാ വേദികൾ കൈയടക്കി പച്ചയായ ശിർക്കാരോപണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സഹിക്കും സുഹൃത്തുക്കളെ? ഇത് ഈ പരിപാടി ഞാൻ സംഘടിപ്പിച്ചതല്ല. എല്ലാ സ്ഥലത്തും ഈ പരിപാടി വമ്പിച്ച വിജയമായി നടന്നു. ആദ്യം നടന്നത് മഞ്ചേരിയിലാണ്. 7000-ഓളം ആളുകൾ പങ്കെടുത്തു. സക്കരിയ സലാഹിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്നവരെല്ലാവരും. സക്കരിയ സലാഹി പൈസ ചെലവാക്കിയിട്ട് നടത്തുന്ന പരിപാടിയല്ല ഇത്. ഇത് മുജാഹിദ് പ്രവർത്തകർ നടത്തുന്ന പരിപാടിയാണ്. KNM-നെ സ്നേഹിക്കുന്ന, KNM എന്ന ആദർശ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം, ഈ കോക്കസിന്റെ കൈകളിൽപ്പെട്ട് ഈ പ്രസ്ഥാനവും ആദർശവും ഇവിടെ നശിക്കരുത് എന്ന് വിചാരിക്കുന്നവർ എവിടെയൊക്കെ നടന്നു? മഞ്ചേരി നടന്നു, കൊപ്രക്കളം തൃശ്ശൂർ നടന്നു, എറണാകുളം ആലുവയിൽ നടന്നു, തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു 14-ാം തീയതി, കൊല്ലത്ത് നടന്നു, വയനാട്ടിൽ നടന്നു, മംഗലാപുരത്ത് നടന്നു, കാസർഗോഡ് നടന്നു. എല്ലാ സ്ഥലത്തും സുഹൃത്തുക്കളെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്കിന്റെ സമയം എടുത്തിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയും ഇൻഷാ അല്ലാഹ് വിജയകരമായി കലാശിക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രവർത്തകരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുക. ഇത് പുലർത്താനുള്ളതല്ല. ഈ കോക്കസിന്റെ കയ്യിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തണം. ഇത് പുലർത്താൻ അനുവദിക്കരുത് എന്ന് പറയാനാണ് ഈ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിൽ തുടർന്നും പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് 10 മണി വരെ നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ധാരാളം ക്ലിപ്പുകളും വിവരങ്ങളും പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുക്കുകയും ഇതൊരു ദഅവത്തായി സ്വീകരിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എതിരായി വരുമെങ്കിലും വല്ല തുറതിയിൽ വേലക്കാരൻ, ഒരു വീട്ടിലെ ജോലിക്കാരൻ, അതല്ലെങ്കിൽ എവിടെയാണോ ഖാദിമായി സെർവന്റായി കൊണ്ട് ജോലി ചെയ്യുന്നതെങ്കിൽ ഇന്നൽ മുഖ്സിത്തീന ഇൻദല്ലാഹ് അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാനി അസ്സ വജല്ല വകിൽതാ യദൈഹി യമീൻ അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വാഹിദിഹിം വമാ വലൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ നീതിയോടുകൂടെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാർ റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ പ്രകാശങ്ങളുടെ പ്രകാശത്താലുള്ള പ്രത്യേക പീഠങ്ങളിൽ അവർ ഇരുത്തപ്പെടുന്നവരാണ്. എല്ലാ ഭരണകാര്യങ്ങളിലും വിധികാര്യങ്ങളിലും സ്വന്തം കാര്യങ്ങളിലും എല്ലാത്തിലും ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും നീതിയോടുകൂടി ജീവിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്.